വൃക്ഷങ്ങളിൽ നിന്ന് എത്രയെത്ര ഹാരങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് തേനീച്ച തേൻ നുകർന്നുകൊണ്ട് ആ ഏകതയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ പ്രവർത്തിക്കുന്നവരായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഞാനും നിങ്ങളും മാറണമെന്നല്ലേ മഹാനായ ആ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്? ആ ഗുരുവിന്റെ തത്വദർശനമല്ലേ ഇന്ന് ആരാധനായിട്ടുള്ള SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈരാറ്റുപേട്ടയുടെ മണ്ണിലേക്ക് ഇതാ SNDP യോഗത്തിന്റെ ജനനായകൻ കടന്നു വരികയാണ്. ഈരാറ്റുപേട്ടയിലെ വേലറ്റ ബാലന്മാരെ പോലെ കേരളത്തിലെ വേലറ്റ ബാലന്മാരായി ഞങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ ഈ മണ്ണിന്റെ അധിനായകന്മാരായി ഞങ്ങൾ തുടരുമെന്ന് മലയാളക്കരയെ പഠിപ്പിച്ചുകൊണ്ട് SNDP യോഗത്തിന്റെ ശംഖനാഥമായി വെള്ളാപ്പള്ളി നടേശൻ കടന്നു വരികയാണ്. 3881 ശാഖയുണ്ടായിരുന്ന SNDP യോഗത്തിന് ഇന്നുള്ളത് 7000-ൽ പരം ശാഖകളായി മാറിയിരിക്കുന്നു. 52 യൂണിയനുകൾ വെള്ളാപ്പള്ളി നടേശൻ കടന്നു വരുമ്പോ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിതാ SNDP യോഗത്തിന്റെ യൂണിയനുകളുടെ എണ്ണം 140-ലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 3000-ൽ പരം വനിതാ സംഘം ഉണ്ടായിരുന്നത് 5000-ന് മുകളിലേക്ക് വളർന്നിരിക്കുന്നു. ഇതാ SNDP യോഗത്തിന്റെ നേതാവ് 30 വർഷങ്ങളുടെ ചരിത്രപരവും പേടിക്കൊണ്ട് ഈ മണ്ണിലേക്ക് വരുന്നു. നല്ലൊരു കയ്യടിയുമായിട്ട് നമുക്ക് അദ്ദേഹത്തെ ആനയിക്കുവാൻ 30 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തു? വെള്ളാപ്പള്ളി നടേശൻ സിന്ദാബാദ്, SNDP യോഗം സിന്ദാബാദ്. അദ്ദേഹത്തിന്റെ 30 വർഷത്തിൽ കൊണ്ട് എന്ത് ചെയ്തുവെന്ന് ഇതാ ഒരു കേക്ക് നടുമുറ്റത്തിൽ വെച്ച് 30 വർഷങ്ങൾ കൊണ്ട് എന്ത് വെള്ളാപ്പള്ളി നടേശൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തുവെന്ന് അതിനു മുമ്പില് ആലേഖനം ചെയ്തിരിക്കുന്ന വലിയൊരു കേക്ക് അത് മുറിച്ചുകൊണ്ട് ഇതാ നമ്മുടെ ചരിത്ര നായകൻ ഈരാറ്റുപേട്ടയുടെ വീതിയിലേക്ക് പേരെത്തിപ്പോയവരല്ല എന്റെയും നിങ്ങളുടെയും സമുദായം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പകർന്നാടുന്നതിന് വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും ജനകീയ നായകൻ 88 വയസ്സ് 44 വയസ്സില് DK മാധവനെ പോലെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ളതാണെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച SNDP യോഗത്തിന്റെ അജീയ ശേഷിയുടെ കരുത്ത് ആരാധനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ 3 പതിറ്റാണ്ടുകൾ കൊണ്ട് അദ്ദേഹം എന്ത് സേവനം ചെയ്തുവെന്ന് ഇതാ മീനച്ചിൽ SNDP യൂണിയൻ ഒരു കേക്ക് നടുമുറ്റത്തിൽ വെച്ചുകൊണ്ട് ആ കേക്കിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. 30 വർഷങ്ങൾ കൊണ്ട് ജനറൽ സെക്രട്ടറി പകർന്നാടിയത് 50-ൽ നിന്ന് 140 യൂണിയനിലേക്ക് ബാലജനയോഗം, അതുപോലെ തന്നെ എംപ്ലോയീസ് ഫോറം, പെൻഷനേഴ്സ് ഫോറം, വൈദിക സമിതി, പുതിയ ഒരുപാട് പോഷക സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഗ്രാമങ്ങളിലേക്ക് വസന്തമായി SNDP യോഗത്തെ വിടർത്തിക്കൊണ്ട് പകർന്നാടുവാൻ ഈ സമുദായത്തെയും സമൂഹത്തെയും പഠിപ്പിച്ച നിറവർണ്ണങ്ങളില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ രാജ്യത്ത് ഇതാ വലിയ ഒരു SNDP യോഗത്തിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി കേക്ക് മുറിക്കുകയാണ്. 3 പതിറ്റാണ്ടുകൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പകർന്നാടിയ ചരിത്രം ആലേഖനം ചെയ്ത കേക്ക്, അദ്ദേഹത്തിന്റെ ചരിത്ര വീതിയുടെ ദശാസന്ധികൾ അത് പകർന്നു നൽകിക്കൊണ്ട് ആ കേക്ക് അദ്ദേഹം മുറിക്കുകയാണ്. നല്ലൊരു കരഘോഷം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആ കേക്ക് മുറിക്കുമ്പോൾ നല്ലൊരു കരഘോഷം നമുക്ക് നൽകാം. 4 മഹത്തായ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് ആ ചതുർയാമങ്ങൾക്ക് ശേഷം പഞ്ചമഹായജ്ഞം പോലെ ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ നടത്തുന്ന ചരിത്ര നിയോഗം യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഒരു അധികാരിക്ക് കേക്ക് നൽകിയിരിക്കുകയാണ്. ഇതുപോലെ മധുരമുള്ള അധികാരങ്ങൾ പകർന്നു നൽകുവാനാകണം 144 MLA-മാരെന്ന പ്രതീകമാത്മാവ് പറഞ്ഞുകൊണ്ട് ആരാധനായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഒരു MLA-ക്ക് തന്നെ ആദ്യത്തെ മധുരം നൽകിയിരിക്കുകയാണ്.
SNDP യോഗത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് SNDP യോഗം മീനച്ചിൽ യൂണിയന്റെ സ്നേഹാദരവും സ്ത്രീശക്തി സമാപന സമ്മേളനവും ആരംഭിക്കുന്നു. അഗ്നിയെ സാക്ഷിയാക്കി ഈഴവ മഹാസമ്മേളനം ആരംഭിക്കുന്നു. ഭദ്രദീപ പ്രോജ്വലനത്തിനായി SN പ്രസ് മെമ്പർ പ്രീതി അമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുസ്മരണയ്ക്കായി വൈദിക യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ സനീഷ് ശാന്തിയെ ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ധിക്ക് ഒരാവിവൻ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ പുതമ്പുരാ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി
സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക സിന്ധോ ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി യൂണിയൻ കൺവീനർ MR ഉല്ലാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ SNDP യോഗത്തിന്റെ ഇതിഹാസ നായകൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന SNDP യോഗത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ്, നമ്മുടെ എല്ലാ അഭിമാനവും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകൾ, ഏറെ ബഹുമാനിയായ പ്രീതിയമ്മ, പൂഞ്ഞാറിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ശ്രീ ജ്യോതിഷ് മോഹൻ IRS, കേരളകൗമുദിയുടെ കോട്ടയം ചീഫ് ശ്രീ ബാബുരാജ് സാർ, SNDP യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, യൂണിയന്റെ ഏറെ ബഹുമാനിതരായിരിക്കുന്ന നേതാക്കന്മാര്, ഏറെ ബഹുമാനപ്പെട്ട പോഷക സംഘടനകളുടെ വനിതാ സംഘത്തിന്റെ യൂത്ത് മൂവ്മെന്റിന്റെ വൈദിക യോഗത്തിന്റെ പെൻഷനേഴ്സ് ഫോറത്തിന്റെ എംപ്ലോയീസ് ഫോറത്തിന്റെ കുമാരി സംഘത്തിന്റെ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, സമീപസ്ഥ യൂണിയനുകളിലെ ഏറെ ബഹുമാനിതരായിരിക്കുന്ന യൂണിയൻ നേതാക്കൾ, 49 ശാഖകളിലെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, സർവോപരി പ്രസ്ഥാനത്തെയും സമുദായത്തെയും സ്നേഹിക്കുകയും SNDP യോഗത്തിന് എന്നും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, കാലം ആവശ്യപ്പെട്ടിരിക്കുന്ന
ചരിത്രം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു മഹാസമ്മേളനത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഈരാറ്റുപേട്ട രണ്ടാറുകളുടെ സംഗമ സ്ഥലമാണ്. മീനച്ചിൽ നദിയുടെ ഉത്ഭവ കേന്ദ്രം പൂഞ്ഞാറാറും ഇരാറ്റുപേട്ടയാറും ഒന്നിക്കുന്ന സ്ഥലം. 3 പ്രത്യേകതകളാണ് ഈ സമ്മേളന നഗരിക്കുള്ളത്. അതിലൊന്നാമത്തെ പ്രത്യേകത, ഇത് ശ്രീനാരായണ ഗുരുദേവൻ കടന്നുപോയ വഴിയാണ്. ഭഗവാൻ സർവശക്തനായ ജഗദീശ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ 1927 ജൂൺ മാസം 6-ാം തീയതി എടപ്പാടിയിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം മങ്കുഴി ആകൽപാന്ത പ്രസോഭിനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയത് ഈ മീനച്ചിലാറ്റിലൂടെ വഞ്ചിയിലാണ്. ഭഗവാന്റെ പാദസ്പർശമേറ്റ ഇരാറ്റുപേട്ടയിൽ ഭഗവാന്റെ പാദത്തിൽ ധൂളികളേക്കാതിരിക്കുവാൻ ഇരാറ്റുപേട്ടയിലെ ഖാൻ കുടുംബക്കാർ മുസ്ലിം സഹോദരങ്ങൾ പരവതാനി വിരിച്ചു സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നു, പഴമക്കാർ പറയുന്നു. ഭഗവാൻ തിരികെ പോയതും ഈ വഴിയിലൂടെയാണ്. ഭഗവാന്റെ സാന്നിധ്യമുള്ള പവിത്രമായിരിക്കുന്ന മണ്ണാണ് ഇരാറ്റുപേട്ടയുടേത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, SNDP യോഗം സ്ഥാപിതമായത് 1903 എങ്കിൽ SNDP യോഗത്തിന്റെ ബ്രാഞ്ചസുകൾ ആരംഭിച്ചിരിക്കുന്നത് 1927 27 സംഘടനാ സെക്രട്ടറി ആയിരുന്ന മഹാനായിരിക്കുന്ന TK മാധവൻ ആണ് മീനച്ചിൽ യൂണിയൻ സ്ഥാപിതമാക്കിയിരിക്കുന്നത്. ആ TK മാധവന്റെ കർമ്മ മേഖലയായിരുന്നു ഈ മണ്ണ്. പൂഞ്ഞാർ മീനച്ചിൽ താലൂക്കിലെ 43-ാം നമ്പർ ശാഖ കിടങ്ങൂർ, 105-ാം ശാഖ 106 കിഴുവൻകുളം, 108 പൂഞ്ഞാർ, 151, 54, 55 തുടങ്ങി 160, 161 രാമപുരം വരെയുള്ള ശാഖകൾ സംഘടിപ്പിച്ച് യൂണിയൻ റെഡിയാക്കിയെടുത്തത്, സ്വരൂപിച്ചത്, ഈ യൂണിയനെ സംഘടിപ്പിച്ചത് മഹാനായ TK മാധവനാണ്. TK മാധവന്റെ കർമ്മ മേഖലയാണ് ഈ മണ്ണ്. അവിടെയാണ് യോഗത്തിന്റെ ആരാധ്യനായ ഇന്നത്തെ കർമ്മോത്സുകനായിരിക്കുന്ന ജനറൽ സെക്രട്ടറി ഈ സമ്മേളന വേദിയിൽ ഇരിക്കുന്നത് എന്ന പ്രത്യേകത ഇവിടത്തിനുണ്ട്. അടുത്തത് ഈ സമ്മേളന നഗരിയുടെ പേരാണ്. ഈ സമ്മേളന നഗരിയുടെ പേര് R. ശങ്കർ നഗർ എന്നാണ്. SNDP യോഗത്തിന്റെ കർമ്മധീരനായിരുന്ന ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന R. ശങ്കർ സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എനിക്കുള്ളതെല്ലാം ഞാൻ എടുക്കുന്നു, നിങ്ങൾക്കുള്ളത് തരും എന്ന് പ്രഖ്യാപിച്ച ആ മുഖ്യമന്ത്രിയുടെ നാമധേയത്തിലാണ് R. ശങ്കറിന് ശേഷം കേരളം കണ്ട ഏറ്റവും അത്യുജ്വലനായിരിക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് ഈ സമ്മേളന വേദി ആതിഥ്യമരുളുന്നത്. അങ്ങനെ 3 പ്രത്യേകതകളോടുകൂടിയ പവിത്രമായിരിക്കുന്ന ഈ സ്ഥലത്താണ് നമ്മൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. ഇവിടെ SNDP യോഗത്തിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയും SN ട്രസ്റ്റ് മെമ്പറുമായിരിക്കുന്ന ധർമ്മപത്നി പ്രീതിയമ്മയും യോഗത്തിന്റെ വൈസ് പ്രസിഡന്റും ഈ വേദിയിലുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ സാമൂഹിക നവോത്ഥാന സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാം ഈ സദസ്സിലും വേദിയിലുമായി ഇരിപ്പുണ്ട്. ആ സമയത്ത് ഈ യൂണിയനെ താൽക്കാലികമായി ഞങ്ങളെ ഭരണമേൽപ്പിച്ചു. ഈ യൂണിയന്റെ നിലവിലുള്ള കെയർ ടേക്കർ, നിലവിലുള്ള കാവൽക്കാർ എന്ന നിലയിൽ ഞങ്ങളെ ഈ വേദിയിൽ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നിൽക്കുവാൻ പ്രാപ്തരാക്കിയത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുകയാണ്. 1000 നന്ദി ഈ സദസ്സ് ഗംഭീരമാക്കിയതിന്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്, ഈ യൂണിയനെ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്ന യൂണിയന്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ OM സുരേഷ് ഇട്ടിക്കുന്നേൽ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ആയിരത്തി 1937 സെപ്റ്റംബർ മാസം 10-ാം തീയതി
പൊന്നിൻ ചിങ്ങമാസത്തിലെ വിശാഖം നക്ഷത്രത്തിൽ ചേർത്തല കണിച്ചുകുളങ്ങര കേശവൻ മുതലാളിക്കും ദേവകി അമ്മയ്ക്കും കാഴ്ചകളുടെയും നേർച്ചകളുടെയും വൈക്കത്തപ്പനോടുള്ള പ്രാർത്ഥനയുടെയും ഫലമായി 2 ഇരട്ടക്കുട്ടികളുണ്ടായി. അതിൽ മണിക്കൂറുകളുടെ മൂപ്പ് നടേശൻ എന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറിക്കാണ്. അനിയൻ നടരാജൻ. നടേശൻ നടന്നു കയറിയത് ചരിത്രത്തിലേക്കാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ചോറ് കൊടുക്കുന്നതിനായി വൈക്കത്തപ്പന്റെ അനുഗ്രഹത്താലുണ്ടായ നിയോഗമുണ്ടായ ആ കുഞ്ഞിന് അച്ഛൻ കേശവൻ മുതലാളി ചോറ് കൊടുക്കാൻ കൊണ്ടുപോയത് വൈക്കം ക്ഷേത്രത്തിലാണ്. ആ വൈക്കം ക്ഷേത്രത്തിൽ സവർണ മാടമ്പിമാർ ആ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. പക്ഷേ ധനാട്യനും ആട്യനും അഭിമാനിയുമായിരിക്കുന്ന ദീർഘദർശത്വമുള്ള കേശവൻ മുതലാളിയുടെ ആ ദീർഘവീക്ഷണത്തിന് മുമ്പിൽ, ആ വാശിയുടെ മുമ്പിൽ സവർണ മേധാവികൾ മുട്ടുമടക്കുകയായിരുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി ഒരുപക്ഷെ വൈക്കം ക്ഷേത്രത്തിന്റെ കൊടിമരച്ചുവട്ടിൽ ആദ്യമായി ഒരു അവർണൻ പിന്നോക്കക്കാരൻ ഭഗവാന്റെ മുമ്പിൽ ചോറുണ്ടത് നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ജനറൽ സെക്രട്ടറിയുടെ ചരിത്രം. കാരണം ഇത് നിയോഗമായിരുന്നു. അത് നിയോഗമായിരുന്നു, വെറുജന്മമല്ല. ആ ജന്മത്തിന് വ്യക്തമായ പ്ലാനിങ്ങുകൾ ഈശ്വരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ വിട്ടപ്പോൾ കുസൃതിയായിരുന്നു, ഒന്നാന്തരം കുസൃതിയായിരുന്നു. അച്ഛൻ നന്നാക്കാൻ കൊണ്ടുവിട്ടത് ആലുവ അദ്വൈത ആശ്രമത്തിലാണ്. അദ്വൈത ആശ്രമത്തിൽ 2 മാസത്തെ അവിടുത്തെ അന്തരീക്ഷം കുസൃതി കൊടുക്കുകയായിരുന്ന കുഞ്ഞു നടേശനെ ഗുരുവിലേക്ക് അടുപ്പിച്ചു. അതുകൊണ്ടാണ് ഓർക്കണം, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഗുരുമന്ദിരങ്ങളല്ല, ഗുരുക്ഷേത്രങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ്. ഓർക്കുക, 96-ന് ശേഷം നമ്മുടെ ഗുരുമന്ദിരങ്ങൾ ഗുരുക്ഷേത്രങ്ങളായി. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, പരബ്രഹ്മ സ്വരൂപനാണ് എന്ന് തിരിച്ചറിയുവാൻ ആലുവ അദ്വൈതാശ്രമത്തിലെ ആ ശിക്ഷണങ്ങൾക്ക് കഴിഞ്ഞു. പഠിക്കുവാൻ സ്കൂളിലെത്തി. അവിടെ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൂട്ടിന് കിട്ടിയത് AK ആന്റണിയെയും വയലാർ രവിയെയുമായിരുന്നു. അവരെ സ്കൂട്ടറിന്റെയും സൈക്കിളിന്റെയും പുറകിലിരുത്തി കണിച്ചുകുളങ്ങരയുടെ ചേർത്തലയുടെ വഴിത്താരകളിലൂടെ സൈക്കിൾ ചവിട്ടാത്ത വഴികളില്ല. KSU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അംഗമായി അത് കേരളത്തിലുടനീളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഈ മൂവർ സംഘം പ്രയത്നിച്ചു. ഒപ്പം തന്നെ സാമ്പത്തികമായി താഴേക്കടയിലുള്ള തന്റെ പ്രിയപ്പെട്ടവരെയും മറന്നില്ല. അവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 21-ാമത്തെ വയസ്സിൽ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി അത് ഇന്നും തുടരുന്നു. 23-ാമത്തെ വയസ്സിൽ സ്കൂളിന്റെ മാനേജറായി തന്നെ പുറത്താക്കിയ അധ്യാപകനെ, അന്ന് മാനേജറായിരുന്നപ്പോൾ ആ അധ്യാപകനെ അതിനു മുമ്പുള്ള മാനേജർ പുറത്താക്കിയിരുന്നു. ആ അധ്യാപകനെ തിരിച്ചെടുത്തുകൊണ്ട് ഗുരുദക്ഷിണ നൽകിയാണ് ആ മാനേജർ പോസ്റ്റ് അലങ്കരിച്ചിരിക്കുന്നത്. 23-ാം വയസ്സിൽ തുടങ്ങിയ ആ കണിച്ചുകുളങ്ങരയുടെ ആ പ്രസിഡന്റ് സ്ഥാനം ഇന്നും 70 വർഷങ്ങൾ പിന്നിട്ടിട്ടും തുടരുകയാണ്. ഇത് അത്ഭുതമാണ്. കേരളത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുക എന്നുള്ളത് മഹാ അത്ഭുതമായിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ യൗവനത്തിലേക്ക് കാലൂന്നിയ ജനറൽ സെക്രട്ടറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ നാട്ടിലെ സമ്പന്നനായിരുന്ന കാരണവരോട് മത്സരിച്ച് 16 വോട്ടുകൾക്ക് പ്രകൃതി കാലം ജനറൽ സെക്രട്ടറിയെ തോൽപ്പിച്ചു. കാരണം പഞ്ചായത്ത് മെമ്പറായിരിക്കാനല്ല നിയോഗം, ഈ സമുദായത്തിന്റെ, ഇടവ സമുദായത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ചരിത്ര ലിപികളിൽ ഇതിഹാസ പുരുഷനായി രേഖപ്പെടുത്താനായിരുന്നു ജനറൽ സെക്രട്ടറിയുടെ നിയോഗം. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകൃതി തന്നെ തോൽപ്പിച്ചു, കാലം തന്നെ തോൽപ്പിച്ചെടുത്തു. രണ്ടാമത് പലചരക്ക് കട കണിച്ചുകുളങ്ങര നാഷണൽ ഹൈവേയിൽ തുടങ്ങി. ആ പലചരക്ക് കട പൊട്ടിപ്പാളീസായി പോയി. കാരണം
ജനറൽ സെക്രട്ടറി തന്റെ ചുറ്റുപാടുമുള്ള സാധാരണക്കാർക്ക് പണം കടം കൊടുത്തും സാധനം കടം കൊടുത്തും ആ കട പൂട്ടിപ്പോയി. പക്ഷേ കേരളത്തിലെ ഇന്ത്യൻ റെയിൽവേയുടെ 1-ാം നമ്പർ കോൺട്രാക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ന് വന്നു ഒന്നേ ഉള്ളൂ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ചെന്നൈ ഉൾപ്പെടെ ബോംബെ ഉൾപ്പെടെയുള്ള ആ കൊങ്കൺ റെയിൽവേ അടക്കമുള്ള കോൺട്രാക്ടർ പണിയിലൂടെ മെട്രോമാൻ ശ്രീധരൻ സാർ വരെ അംഗീകരിച്ച അദ്ദേഹം ഈയിടെ പറയുണ്ടായി, കേരളയിൽ ഉൾപ്പെടെ ഞാൻ ചെയ്യുമായിരുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോൺട്രാക്ടർ ആയിരുന്നെങ്കിൽ ഞാനത് ഏറ്റെടുക്കുമായിരുന്നു. ഓർക്കുക, 1-ാം നമ്പർ കോൺട്രാക്ടർ പദവിയിൽ നിന്നാണ് 1996 SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് മത്സരിച്ച് ജനറൽ സെക്രട്ടറി എത്തുന്നത്. ഓർക്കുക അന്നത്തെ അന്തരീക്ഷം. ശിവഗിരിയിൽ പോലീസിന്റെ വിളയാട്ടം, വൈക്കത്തെ TV പുരത്തെ പോലീസിന്റെ വിളയാട്ടം, വൈക്കത്തെ TV പുരത്തെ നമ്മളുടെ 24 വീട്ടിലെ നമ്മുടെ വീട്ടുകാരോട് വില പറഞ്ഞ ആ പ്രസ്ഥാനത്തെ ഞാനിങ് എടുത്തുകൊള്ളാം എന്ന് പറയുവാൻ വൈക്കത്തിനക്കരെ ചേർത്തലയിൽ നിന്ന് ഒരു വലിയ ഇടിനാദം, ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഭഗവാൻ ശാശ്വതീകാനന്ദ സ്വാമികളിലൂടെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ആദ്യം ട്രസ്റ്റ് സെക്രട്ടറി, SN ട്രസ്റ്റ് സെക്രട്ടറി, ശേഷം SNDP യോഗത്തിന്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി. 1996 നവംബർ മാസത്തിൽ ആ ജനറൽ സെക്രട്ടറി പദം ഏറ്റെടുത്തതിനു ശേഷമുള്ള കാര്യങ്ങൾ ചരിത്രമാണ്. SNDP യോഗത്തിന്റെ ബ്രാഞ്ചസുകളുടെ എണ്ണം 3850 നിന്ന് 6850 ഉയർത്തി. 50 യൂണിയനുകൾ ഇന്ന് 142 യൂണിയനുകളിൽ എത്തിച്ചേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം 50 നിന്ന് 200 അടുപ്പിച്ചു. 5850 വെറും 5850 രൂപ മാത്രം ബാലൻസ് ആയി തുടങ്ങിയ SNDP യോഗത്തിന്റെ ബാക്കി പത്രം ഇന്ന് 700 കോടിയിലധികം എത്തി നിൽക്കുന്നുവെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേകത വേറെ ഒന്നും പറയേണ്ടതില്ല. കണിച്ചുകുളങ്ങരയിൽ വിജയിച്ചു പരീക്ഷിച്ച കുടുംബ യൂണിറ്റ് എന്ന സംവിധാനം 1997 കേരളത്തിൽ SNDP-യിലൂടെ ഇംപ്ലിമെന്റ് ചെയ്തു. കുടുംബ യൂണിറ്റുകളുടെ കാര്യം ഞാൻ ഒന്നും പറയേണ്ടതില്ല. SNDP യോഗം 3 സംവിധാനത്തിലായിരുന്നുവെങ്കിൽ ഇന്നത് 5 സംവിധാനങ്ങളിലായി. ഗ്രാസ് റൂട്ട് ലെവലിൽ SNDP യോഗത്തിന് പിടികളായി, നേതാക്കന്മാരായി. ഓരോ മാസവും ഓരോ ഞായറാഴ്ചയിലും 10,000-കണക്കിന് മീറ്റിങ്ങുകൾ കുടുംബയോഗത്തിൻ്റെതായി കൂടുന്നുവെങ്കിൽ അതിന് നമ്മൾ ജനറൽ സെക്രട്ടറിയോട് കടപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ് നടപ്പിലാക്കി വിജയിച്ച മൈക്രോ ഫിനാൻസ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കി നമ്മുടെ അമ്മമാരുടെ കയ്യിലും കാതിലും വീടുകളിലുമൊക്കെ ആഭരണങ്ങൾ കുഞ്ഞുങ്ങളെ കെട്ടിച്ചുവിടാൻ 10,000 കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക്, നോക്കുക, പൊതുസമൂഹത്തിലേക്ക് നൽകുവാൻ ജനറൽ സെക്രട്ടറിക്ക് കഴിഞ്ഞു. അങ്ങനെ എണ്ണിയാൽ പറയാത്ത നേട്ടങ്ങളുമായി നമ്മുടെ ജനറൽ സെക്രട്ടറി ഈ വേദിയിൽ ഇരിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകതകൾ, പൂഞ്ഞാർ ശാഖയിൽ നിരാലംബയായിരിക്കുന്ന ഒരു പെൺകുട്ടി തെടനാട് ഗുരുക്ഷേത്രത്തിന്റെ സമർപ്പണത്തിന് ജനറൽ സെക്രട്ടറി എത്തിയ സമയത്ത് അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഈ കുട്ടിയെ കൂട്ടി ഒരു ആപ്ലിക്കേഷൻ എടുത്തു വെച്ചു കൊടുക്കുകയുണ്ടായി. അധ്യാപക ജോലിക്കായിട്ട് ഒരാഴ്ച കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചാണ് യഥാർത്ഥത്തിൽ കൊടുത്തതെങ്കിലും ഒരാഴ്ചക്ക് ശേഷം ആ കുട്ടിക്ക് അറിയിപ്പ് വന്നു. ആ പെൺകുട്ടിയെ തന്റെ അനിയന്മാർ വിളിക്കുന്നത് ചേച്ചിയമ്മ എന്നായിരുന്നു. അമ്മയില്ല, അമ്മയുണ്ട്, പക്ഷേ രോഗാവസ്ഥയിലാണ്. ഞാൻ സൂചിപ്പിച്ചത് അക്കണക്കല്ല 100 കണക്കിന് നിരാലംബയായിരിക്കുന്ന കുഞ്ഞുങ്ങളിലൂടെ കുടുംബങ്ങളുടെ കണ്ണു തുറപ്പിച്ച, ഇത് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത്തരത്തിലുള്ള എത്രയോ കുടുംബങ്ങൾ ജനറൽ സെക്രട്ടറി യാതൊരുവിധ ഉപാധികളുമില്ലാതെ ജോലി കൊടുക്കുകയുണ്ടായി. പെൺകുറിഞ്ഞി സ്കൂളിന്റെ അഡ്മിഷന്റെ സമയത്ത് അർഹതപ്പെട്ടിരിക്കുന്ന ജാതിയോ മതമോ നോക്കാതെ, യാതൊരുവിധ കാര്യങ്ങളും നോക്കാതെ അഡ്മിഷൻ കൊടുക്കാൻ ബഹുമാനായ ജനറൽ സെക്രട്ടറി അനുവാദം നൽകി. ഞാനിത് പറഞ്ഞത് നമുക്ക് നേരിട്ടുള്ള അറിവുള്ള കാര്യങ്ങൾ. എത്രയോ ആയിരക്കണക്കിന് കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി ചെയ്തു കഴിഞ്ഞു. ആ ജനറൽ സെക്രട്ടറിക്ക്
SNDP യോഗം മീനച്ചിൽ യൂണിയൻ അല്പം വൈകിപ്പോയി എന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് സ്നേഹത്തോടുകൂടി ജനറൽ സെക്രട്ടറിക്ക് ആദരവ് നൽകുകയാണ്. SNDP യോഗത്തിന്റെ ഈഴവ സമുദായത്തിന്റെ കിരീടം വെക്കാത്ത കിരീടം വെച്ച രാജാവ്, ഇതിഹാസ പുരുഷൻ, ആദരണീയനായ ജനറൽ സെക്രട്ടറിയെ ഈ കർമ്മസാക്ഷിയായ സൂര്യഭഗവാനെ സാക്ഷി നിർത്തി, ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തി ആദരണീയനായ ജനറൽ സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കേരളത്തിൽ നിന്ന് ഫോൺ വിളിച്ചാൽ അപ്പോൾ എടുക്കുകയും കാര്യങ്ങൾ സാധ്യമാക്കി തരികയും ചെയ്യുന്നത് SNDP യോഗത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ളത് നമ്മുടെ എല്ലാ അഭിമാനത്തിന് വകയാണ്. എല്ലാ കാര്യങ്ങളിലും SNDP യോഗത്തെ അക്ഷരാർത്ഥത്തിൽ ജനറൽ സെക്രട്ടറിയോടൊപ്പം നിന്ന് മുന്നോട്ട് നയിക്കുന്ന ഞങ്ങൾ യുവാക്കളുടെ സ്വകാര്യ അഹങ്കാരവും ആവേശവുമായ, നാളുകളിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള പദവിയിൽ നമ്മളുടെ നാട്ടിലേക്ക് വരുന്നത് സ്വപ്നം കണ്ടാണ് ഞങ്ങളിരിക്കുന്നത്. അതിന് വിമുഖത കാട്ടിക്കരുത് എന്ന് മാത്രമുള്ള ഒരപേക്ഷയെ ബഹുമാന്യനായ തുഷാർ വെള്ളാപ്പള്ളി സാറിനോട് ഞങ്ങൾക്കുള്ളൂ. നമ്മുടെ എല്ലാം അഭിമാനമായ, ഏറെ സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ രാജകുമാരൻ, നമ്മളുടെ രാജകുമാരൻ, യുവരാജാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. പ്രീതിയമ്മ എന്നും ജനറൽ സെക്രട്ടറിയോടൊപ്പം സന്തത സഹചാരിയായി പോകുന്നു. പല ഘട്ടങ്ങളിലും ജനറൽ സെക്രട്ടറിക്ക് പല ആപത്ഘട്ടങ്ങളും നേരിട്ടപ്പോൾ മുതൽ എന്നും വാമഭാഗത്ത് യാത്രയിൽ മുഴുവൻ സ്നേഹസ്വരൂപിണിയായ ആ അമ്മയുണ്ട്. ആ അമ്മയെ ഈ പുരുഷാരത്തിന്റെ പേരിൽ, SNDP മീനച്ചിൽ യൂണിയന്റെ പേരിൽ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. പൂഞ്ഞാറിന്റെ പ്രിയങ്കരനായ MLA, ജനകീയനായ MLA, പൂഞ്ഞാറിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വികസനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന SNDP യോഗത്തിന്റെ ആത്മമിത്രമായിരിക്കുന്ന പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർക്ക് ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം അരുളുന്നു. ഏറെ ബഹുമാനത്തോടുകൂടി അഭിമാനത്തോടുകൂടി ശ്രീ ജ്യോതിഷ് മോഹൻ IRS അവരുകളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കേരള കൗമുദിയുടെ കോട്ടയം ചീഫ് R ബാബുരായ് സാറിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിന്റെ കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്. ഇത് ശ്രീശക്തി ശാക്തേയം എന്ന പരിപാടി സമാപന സമ്മേളനം കൂടിയാണ് ഈഴവ മഹാസമ്മേളനം. 4 മേഖലകളായി 4 സമ്മേളനങ്ങൾ വലിയ വിജയത്തിൽ പൂർത്തീകരിച്ചതാണ്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അവരുകളെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂണിയന്റെ വൈസ് ചെയർമാൻ ശ്രീ AD സജീവ് വയല അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് കൺവീനർ ശ്രീ KR ഷാജി അവരുകളെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി സൈബർ സേനയുടെ സംസ്ഥാന ചെയർമാനും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ശ്രീ അനീഷ് പുല്ലുവേലി അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും മുടി പിടിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് 30 വർഷം ജനറൽ സെക്രട്ടറി പൂർത്തിയാക്കുമ്പോൾ പ്രധാനപ്പെട്ട 30 സംഭവങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ കേക്ക് ഉൾപ്പെടെ അതിന്റെ ഒക്കെയും സൂത്രധാരനായി നിന്ന ശ്രീ CT രാജൻ അവരുകളെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ KG സാബു അവരുകൾ, ശ്രീ CP സുധീഷ് ചമ്പക്കുളം, ശ്രീ സജി കുന്നപ്പള്ളി അവരുകൾ എന്നിവരെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വനിതാ സംഘത്തിന്റെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ബഹുമാനിയായ ശ്രീമതി മിനർവ മോഹൻ അവരുകളെ ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സംഗീത അരുൺ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. യൂത്ത് മൂവ്മെന്റിന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ഗോപൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. കൺവീനർ അരുൺ കുളമ്പള്ളി അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സജീഷ് മണ്ഡൽ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും യൂത്ത് ദൈർഘ്യത്താൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് യൂണിയന്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. എല്ലാവരെയും ഒറ്റ വാക്കിൽ
ആരുടെയാലും പേര് വിട്ടുപോയാൽ അത് ഇതാണ്. അതുകൊണ്ട് യൂണിയന്റെ ബഹുമാനികളായിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഞങ്ങൾക്ക് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് അവർ നൽകിയ പ്രോത്സാഹനം വളരെ വലുതാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാരെയും പോഷക സംഘങ്ങളുടെ ഭാരവാഹികളെയും സർവോപരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ നല്ലവരായ ഈഴവ സ്നേഹികളെയും ഈഴവ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ചെയ്യട്ടെ. നന്ദി ഉല്ലാസ് സാർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി യൂണിയൻ ചെയർമാൻ ശ്രീ OM സുരേഷ് ഇട്ടിക്കുന്നേൽ സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാർ അവളുകൾ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർജി, ഈ ഭദ്രദീപം തെളിയിച്ച പ്രീതിയമ്മ, സ്ഥലം MLA നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, വനിതാ സംഘത്തിന്റെ കേന്ദ്ര സമിതി അംഗം സംഗീത വിശ്വനാഥൻ, നമ്മുടെ ഇന്ത്യൻ ടാക്സ് കമ്മീഷണർ നമ്മുടെ ജ്യോതിഷ് മോഹനൻ, ബാബുരാജ സാറ്, നമ്മുടെ യൂണിയന്റെ അധികം പേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും നീണ്ടുപോകും. അതുകൊണ്ട് യൂണിയനിന്റെ നേതാക്കന്മാര്, ഇവിടെ എത്തിയിരിക്കുന്ന ശാഖയുടെ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, വൈസ് പ്രസിഡന്റുമാര്, പോഷക സംഘടനയുടെ ഭാരവാഹികള്, വനിതാ സംഘത്തിന്റെ ഭാരവാഹികള്, നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുത്ത 250 പരം കുമാരിമാര്, അതുപോലെ കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികളുടെ സംഘടനാ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ അംഗങ്ങൾ. ഇവിടെ ആരംഭിച്ചത് സ്ത്രീശക്തി ശാക്തയം എന്നൊരു പരിപാടിയായിരുന്നു. അത് 4 മേഖലകളായി തിരിച്ച് അതിനകത്ത് നമ്മളൊരു അജണ്ട വെച്ചായിരുന്നു. MLA കൂടെ ഉള്ളപ്പം അതുകൂടി ഒന്ന് പറഞ്ഞില്ലേ ശരിയാകില്ല. അതുകൊണ്ട് 1 മിനിറ്റ് എടുത്ത് ഞാൻ പറയാം. SNDP യോഗത്തിലെ നിൽക്കുന്ന യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികൾക്കും, വനിതാ സംഘത്തിന്റെ ഭാരവാഹികൾക്കും, ശാഖകളുടെ ഭാരവാഹികൾക്കും, അതുപോലെ യൂണിയൻ ഭാരവാഹികൾക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആ പ്രാതിനിധ്യം അനുസരിച്ച്, അതായത് 15 സീറ്റ് ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ 4 LDF സീറ്റ് ഈഴവനും, 4 UDF സീറ്റ് ഈഴവനും, അല്ലെങ്കിൽ 4 ഈഴവന് NDAയിലും സീറ്റ് നൽകി ഞങ്ങളെ കൂടെ അധികാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമീപനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളണം. അതാണ് ഞങ്ങളുടെ ഐഡിയ. അത് വേണ്ടിയാണ് സ്ത്രീശക്തി ശാക്തയം എന്ന പരിപാടി 4 മേഖലകളായി തിരിച്ചുകൊണ്ട് ഏകദേശം 750 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വനിതകൾക്ക് 33% സംവരണമുണ്ട്. അവർക്ക് ജനറൽ സീറ്റിലും കൂടെ വരുമ്പോൾ 50% സംവരണം ഞങ്ങളുടെ വനിതകൾക്ക് കൊടുക്കണം. ആ വനിതകൾ ഞങ്ങളെ കരുത്തുറ്റ വനിതകളാണ്. എന്നാന്ന് ചോദിച്ചാൽ അവർ കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികളാണ്. ഞങ്ങൾ ഒരു ഞായറാഴ്ച 35,000 കുടുംബ യൂണിറ്റ് കൂടുന്നുണ്ട്. ആ കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികൾ ഇവരൊക്കെ, അതുപോലെ ശാഖയുടെ ഭാരവാഹികൾ, അവർക്കൊക്കെ നല്ല രീതിയിൽ സംഘടനയെ അല്ലെ രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഈ കാര്യത്തിൽ പരിഹരിക്കണമെന്ന് മാത്രം രാഷ്ട്രീയ MLA-മാരോടും രാഷ്ട്രീയ പാർട്ടിക്കാരോടും പറയുകയാണ്. അതുപോലെ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി 30 വർഷം പൂർത്തിയാക്കിയതിന്റെ ഒരു സ്നേഹാദരവ് നമ്മൾ പാലായിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ചേർത്തല യൂണിയനാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ അവിടെയാണ് ഈ സ്നേഹാദരവ് കൊടുത്തത്. അതിന്റെ ഒരു ഭാഗമാകാൻ മീനച്ചി യൂണിയന് കഴിഞ്ഞു. അന്ന് ഞങ്ങൾ ആ പരിപാടിയെ പറ്റി നമ്മുടെ ശാഖയുടെ സെക്രട്ടറി കോൺഫറൻസിനകത്ത് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശാഖയുടെ 49 ശാഖയുടെയും സെക്രട്ടറി പ്രസിഡന്റുമാർ പറഞ്ഞു, നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് പാലായിൽ നമുക്കൊരു സ്വീകരണവും കൂടെ കൊടുക്കണം. ആ സ്വീകരണമാണ് നമ്മൾ ഇന്ന് ഈരാറ്റുപേട്ടയിൽ ഇവിടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂണിയൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് 49 ശാഖയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികള്, വനിതാ സംഘത്തിന്റെ ഭാരവാഹികള്, യൂത്ത് മൂവ്മെന്റ്, ഈ സംഘടനാ സംവിധാനം നമുക്ക് ഒരു കുമാരി സംഘം കൂടെ നമുക്ക് എടുക്കാൻ പറ്റി. എല്ലാ ശാഖകളിലും 12ഉം 15ഉം പിള്ളേരുള്ള കുമാരി സംഘം എടുക്കാൻ പറ്റി. 45 ശാഖകളിൽ നമുക്ക് വനിതാ സംഘം ഫുള്ളാക്കാൻ കഴിഞ്ഞു. ഏകദേശം 38-40 ശാഖകളിൽ നമുക്ക് യൂത്ത് മൂവ്മെന്റ് ഫുള്ളാക്കാൻ കഴിഞ്ഞു. അതാണ് നമ്മുടെ സംഘടനയുടെ. ഈ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ സീറ്റ് മേടിച്ച് നമുക്ക് അധികാരത്തിലേക്ക് എത്തിച്ചേരണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ 30 വർഷം SNDP യോഗത്തെ നയിച്ച വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാവിധ ആയുസ്സും ഭഗവാന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. നന്ദി സുരേഷ് സാർ. ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രവും SNDP യോഗത്തിന്റെ അജയ്യനായ വൈസ് പ്രസിഡന്റുമായ
ശ്രീ തുഷാർ വെള്ളാപ്പള്ളി സാറിനെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ OM സുരേഷ് ഷെട്ടിക്കുന്നേൽ, സ്വാഗതം പറഞ്ഞ യൂണിയന്റെ കൺവീനർ, ഭദ്രദീപ പ്രകാശനം നടത്തിയ ശ്രീമതി പ്രീതി നടേശൻ അവർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ജ്യോതിഷ് മോഹൻ IRS, കേരള കമ്മിറ്റി കോട്ടയം ജില്ലാ ചീഫ് ശ്രീ ബാബുരാജ്, മറ്റ് വേദിയിലും സദസ്സിനുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും എല്ലാം വളരെ വ്യക്തമായി അറിയാവുന്നവരാണ്. അവരുടെ മുമ്പിൽ ഇത്രയും വലിച്ചു നീട്ടി ഒരു സ്വാഗത പ്രസംഗം നടത്തിയത് ഇച്ചിരി വിഷമം എനിക്ക് തോന്നി എന്നുകൊണ്ട് ഇതിനോട് പറയാതിരിക്കാൻ മാർഗമില്ല. നമ്മളെ സംബന്ധിച്ചോളം കാര്യം അദ്ദേഹത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവിടുത്തെ പാലായുടെ ഒരു പഴയ രീതി എന്ന് പറഞ്ഞാൽ പൊക്കി പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്നു പോകാൻ പറ്റാത്ത ചില നേതാക്കന്മാർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു എന്താ പറയുക, ബാക്കി കിടന്നുകൊണ്ടാണ് ഇപ്പോഴിച്ചിരി പൊക്കിപ്പോയി പറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലേ? ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മാധ്യമ മീഡിയയിൽ പലപ്പോഴും SNDP യോഗത്തെ കൊച്ചാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതേതാണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കൊല്ലത്തുള്ള ഒരു വക്കീല് സ്ഥിരമായി SNDP യോഗത്തിനെതിരെ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ SNDP യോഗത്തിൽ എന്തോ വലിയ സാമ്പത്തിക ക്രമക്കേട്, മൈക്രോ ഫിനാൻസ് നടക്കുന്നു, SNDP യോഗത്തിന്റെ SN ട്രസ്റ്റിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ആരോപണങ്ങൾ ആരംഭിച്ചു വരുന്നത് നിങ്ങൾ കാണുന്നുള്ളവരാണ്. ഇവരോടൊക്കെ ഈ പറയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കേണ്ട ചില ക്വസ്റ്റ്യനുകളുണ്ട്. SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇന്നത്തെ യോഗ നേതൃത്വം ചാർജെടുക്കുന്ന SNDP യോഗം SNDP യോഗം അതിന്റെ ഭരണസമിതി വന്ന ശേഷം 96 വർഷങ്ങൾക്ക് ശേഷമാണ്. മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ SNDP യോഗത്തിനും SN ട്രസ്റ്റിനും ഉണ്ടായിരുന്നത് 51 വിദ്യാഭ്യാസ 50 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാങ്ഷനുകൾ മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അതായത് കൊയിലാണ്ടിയിലും അതൊന്ന് കോന്നിയിലും 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് സാങ്ഷനുകളും ബാക്കി വളരെ ഏതാണ്ട് വളരെ 52 വിദ്യാഭ്യാസ സ്ഥാപനം ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം 32 വർഷക്കാലം SNDP യോഗത്തെയും SN ട്രസ്റ്റിനെയും പല നേതാക്കന്മാർ മാറി മാറി ഭരിക്കുകയുണ്ടായി.
ഈ 32 വർഷക്കാലം കൊണ്ട് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം പോലും പൂർവികരായിട്ടുള്ള SNDP യോഗത്തിന്റെയോ SN ട്രസ്റ്റിന്റെയോ ഭാരവാഹികളായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാക്കിയിട്ടില്ല. മഹാനായ ശങ്കർ സാർ ഉണ്ടാക്കിയ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ്ട് വർഷങ്ങളോളം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോവുകയും അവിടെ ഗവൺമെന്റ് ഇവിടുത്തെ ഹൈക്കോടതിയിലെ റിസീവറെ വെച്ച് ആ റിസീവർ ഭരിച്ച എല്ലാ സ്ഥാപനങ്ങളും നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയിൽ, അതായത് ശമ്പളം പോലും SN ട്രസ്റ്റിന് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നത്തെ ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ട് ജനറൽ സെക്രട്ടറി അധികാരത്തിൽ വരുന്നത്. അതുപോലെ SNDP യോഗത്തിൽ ഏതാണ്ട് 5328 രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട് അവസ്ഥയായിരുന്നു SNDP യോഗത്തിന്, ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ. അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഈ പറയുന്ന 52 52 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 50 എണ്ണം ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ ഉണ്ടായത്. അവന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി 32 വർഷക്കാലം കൊണ്ട് 2 വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സാങ്ഷൻ മാത്രമാണ് വാങ്ങുകയുണ്ടായത്. പക്ഷെ അതിനുശേഷം ഈ 20-22 വർഷക്കാലം നമുക്ക് 30 വർഷക്കാലമായി എന്ന് പറയുന്ന സമയത്ത് പോലും ഏതാണ്ട് കോവിഡായി, അതുപോലെ SNDP യോഗത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഏതാണ്ട് 4-5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പല കാലഘട്ടങ്ങളിലും മുടങ്ങിയിട്ടുണ്ട്. ഈ 25 വർഷം കൊണ്ട് SN ട്രസ്റ്റിലും SNDP യോഗത്തിലും ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം നിങ്ങളത് പരിശോധിച്ച് നോക്കണം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് 52 വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയ നമ്മുടെ സെക്രട്ടറിക്ക് അതിനുശേഷം 32 വർഷക്കാലം കൊണ്ട് ഒരൊറ്റ സ്ഥാപനം പോലും ഉണ്ടാകാത്ത SNDP യോഗത്തിന് SN ട്രസ്റ്റിന് കൂടെ പുതിയ ഈ 20-25 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയത് 130ഓളം പുതിയ സ്ഥാപനങ്ങളാണ്. ഈ 130 സ്ഥാപനങ്ങൾ, അതിനകത്ത് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, അതുപോലുള്ള നമ്മുടെ ഹോസ്റ്റലുകളുണ്ട്, നമുക്ക് നമ്മുടെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള പല പുതിയ കെട്ടിടങ്ങൾ SNDP യോഗത്തിന്റെ പേരിൽ, SN ട്രസ്റ്റിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം വലിയ രീതിയിലുള്ള ഉയർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും പണം കിട്ടുന്ന സംഘടനയല്ല. നമുക്ക് കിട്ടിയ ഡൊണേഷനുകൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു നൂറ്റാണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. 32 വർഷക്കാലം കൊണ്ട് ഒരാൾ പോലും ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ പറഞ്ഞ 25 വർഷക്കാലം കൊണ്ട് 130ഓളം സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഈ പറയുന്ന ആളുകൾ എത്രയോ വർഷങ്ങളായി നമുക്കെതിരെ ഈ പറയുന്ന 28-29 വർഷക്കാലമായി ആയിരക്കണക്കിന് കേസുകൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും താഴത്തെ കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ കേസുകൾ വലിയ നിര നടക്കുകയുണ്ടായി. ഇതുവരെ ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ദൂഷ്യമോ സാമ്പത്തിക ക്രമക്കേടോ ഒന്നും ഇതുവരെ ഒരു കോടതി പോലും ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല എന്ന സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം തള്ളിപ്പോകുമ്പോഴും ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടുത്തെ ED ഉൾപ്പെടെ, ഇൻകം ടാക്സ് ഉൾപ്പെടെ, ഇങ്ങ് താഴേക്ക് ഇവിടെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ ഏജൻസികളും അന്വേഷണം നടത്തിയിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങളിലായി. അപ്പൊ പറയും കേന്ദ്ര ഗവൺമെന്റുമായി ഞാൻ അടുപ്പമുള്ളതാണെന്ന് പറയും. കോൺഗ്രസ് ഗവൺമെന്റ് ഭരണത്തിലിരുന്നപ്പോ ഇവിടുത്തെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് എഴുതി കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സിന്റെയും അതുപോലെ EDയുടെ ഉൾപ്പെടെയുള്ള എൻക്വയറി അന്ന് നടന്നതാണ്. പല പ്രാവശ്യം ഇവരൊക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ എൻക്വയറി നടത്തിയിട്ട് പോലും എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കമന്റ് പോലും ഈ ഒരു ഏജൻസികൾ എഴുതിയിട്ടില്ല. കാരണം അത് വളരെ സത്യസന്ധമായി പ്രവർത്തിക്കാതെ നമുക്ക് അങ്ങനെ ഒരു കാരണവശാൽ ഒരു സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ജോലിയും സമയവും എല്ലാം മാറ്റിവെച്ചാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം പോക്കറ്റിലെ പണം നമ്മൾ ചിലവാക്കി ഇന്ന തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ച് വരുമ്പോൾ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് SNDP യോഗത്തോടൊപ്പം ശക്തമായി നമ്മുടെ സമയവും നമ്മുടെ പണവും ചിലവാക്കി നമ്മളെല്ലാം നടക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത ചില ആളുകൾ അവരിതിനെ കാണുന്നത് ഏതാണ്ട് പണം കിട്ടുന്ന സാധനമായി മാത്രം കാണുന്നവരാണ്. ഈ പറയുന്ന വക്കീലിന്റെ പണി എന്താണ്? നിങ്ങൾ കൊല്ലത്തും തിരക്കി നോക്കണം. ഇപ്പൊ പുള്ളിയുടെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പെമ്മക്കളാണ് പുള്ളിക്കുള്ളത്. ഈ 2 പെമ്മക്കൾ പണിയൊന്നുമില്ല. ഇദ്ദേഹത്തിന് ഇതുവരെ ഒരൊറ്റ കേസ് പോലും ഇല്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് കൊല്ലത്ത് ഞാൻ സ്റ്റേ ചെയ്ത് അവിടെയുള്ള ശാഖാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും അതുപോലെ SN ട്രസ്റ്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമായി നേരിട്ട് ഞാൻ ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ അവരോടൊക്കെ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് 2000 രൂപ 5000 രൂപ അങ്ങനെ പല ആളുകളുടെ അടുത്തും പോയി കള്ളത്തരം പറഞ്ഞ് പണം പിരിച്ച് ഇപ്പോ അദ്ദേഹം വലിയൊരു കാശുകാരനായി. ലോകത്തുള്ള മുഴുവൻ ആളുകളെടുത്ത് SNDP യോഗത്തെ ഇപ്പൊ തകർക്കും, ഇവിടെ മാറ്റിയിടാൻ വേണ്ടി പറിച്ചിടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കി
പല ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് ഇപ്പൊ ഇതുവരെ ഒറ്റ കേസ് പോലും ഇല്ലായിരുന്ന മാന്യൻ വീട് പൊളിച്ച് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കള്ളന്മാർ ഈ പറയുന്ന SNDP യോഗത്തിന്റെ ശാഖായോഗത്തിന്റെ ഭാരവാഹിയായോ യൂണിയന്റെ ഭാരവാഹിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ നമ്മുടെ പോഷക സംഘടനയിൽ ഭാരവാഹിയായിട്ടുള്ള ആളല്ല ഈ കൊല്ലത്തുകാരൻ. ഇങ്ങനെയുള്ള കുറെ എംബോക്കികൾ കാണിക്കുന്ന വൃത്തികേട് നമ്മൾ സമുദായത്തിന് മുഴുവനാണ് ബാധിക്കുന്നത് എന്ന തിരിച്ചറിവ് അവർക്കുള്ളവരല്ല. അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ശിവഗിരിയിൽ തന്നെ പോയി ചെയ്തത് എന്താണ്? ശിവഗിരിയിലെ സന്യാസിമാരെ ഭീഷണിപ്പെടുത്തി 25 ലക്ഷം രൂപ തന്നാൽ അവിടുത്തെ ഏതോ സ്ത്രീ വിഷയ കേസ് സെറ്റിൽ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് പോയ ആളുകളാണ് ഇവരൊക്കെ. ഇങ്ങനെയുള്ള കള്ളന്മാരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, പ്രത്യേകിച്ച് സംഘടന എന്ന ഗുരുദേവന്റെ വലിയ മുദ്രാവാക്യത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സഹോദര സമുദായങ്ങളെല്ലാം ഗുരുദേവന്റെ സംഘടന എന്ന വലിയ ഉപദേശം കേൾക്കുകയും അവര് നമ്മളെക്കാളൊക്കെ ഒരുപാട് വളർന്നു പോരുകയുമുണ്ടായി. അവർ വളരാനുള്ള സാഹചര്യം ഉണ്ടായത് ഗുരുദേവന്റെ ഉപദേശം നമ്മൾ കേൾക്കുന്നതിന് മുമ്പേ അവർ കേൾക്കുകയും അത് നടപ്പിലാക്കുകയും അവരുടെ ജീവിതത്തിൽ ചെയ്തപ്പോ അവർക്ക് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അവരുടെ വ്യവസായത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാളുകളിൽ നമുക്കും അവരോടൊപ്പം വളരണമെങ്കിൽ ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള വലിയ ആ ഉപദേശം ശിരസാവഹിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മാത്രം നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. ജയ് SNDP യോഗം. നന്ദി തുഷാർജി. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ രൂപീകരിക്കപ്പെട്ട ആധുനിക കേരളത്തിന് തറക്കല്ല് പാകിയ SNDP യോഗം എന്ന മഹത്തായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഐതിഹാസികമായി 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് മീനച്ചിൽ യൂണിയന്റെ സ്നേഹോപഹാരം വെളിച്ചത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മഹാലക്ഷ്മിയുടെയും പ്രതീകമായ നിലവിളക്കായി സമർപ്പിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള യോഗ അധ്യക്ഷൻ OM സുരേഷ് ഇട്ടികുന്നിൽ അവർ, സ്വാഗത പ്രസംഗത്തിലുള്ള പ്രിയമുള്ള യൂണിയൻ കൗൺസിലർ MR ഉല്ലാസ്, നിങ്ങളെ എല്ലാം പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉൾപ്പെടെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന വിവിധ ശാഖകളിൽ നിന്നെത്തിയിട്ടുള്ള, അതോടൊപ്പം തന്നെ യൂണിയൻ്റെ സമീപ യൂണിയനിൽ നിന്നെത്തിയിട്ടുള്ള നേതാക്കന്മാരുൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. വിളക്ക് തന്ന് 30 കൊല്ലം നിങ്ങൾ എന്നെ സഹിച്ചു. ആ സഹിച്ചതിൻ്റെ പ്രതീകമായിട്ട് എനിക്കൊരു വലിയ വിളക്ക്, എൻ്റെ പൊക്കം, ഞാനൊരു അണ്ടർ സൈസാണ്, എൻ്റെ പൊക്കമുള്ള വിളക്ക് തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇങ്ങനെ തന്നു, ആദരിച്ചു.
അതുകൂടാതെ തന്നെ കേക്ക് മുറിപ്പിച്ചു. ഞാൻ ഏതെല്ലാം പ്രഗത്ഭ നേതാക്കന്മാരുമായിട്ട് ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഫോട്ടോകൾ പതിച്ച വലിയൊരു കേക്ക്. അങ്ങനൊരു പ്രത്യേകമായ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് ആ കേക്കിൽ. അങ്ങനെ മാണി സാർ ഉൾപ്പെടെ ഉണ്ട്. കാരണം മാണി സാർ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ മാണി സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവായി കാണുന്നുമില്ല. അങ്ങനെ ഒരുപാട് ഇഷ്ടവും അനിഷ്ടവുമുള്ള നേതാക്കന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വലിയൊരു കേക്ക് പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പടങ്ങൾ പതിച്ച് ഞാനുമായിട്ടിരിക്കുന്നത് പതിച്ചുകൊണ്ട് ഒരു കേക്ക് തയ്യാറാക്കി വരുമ്പോൾ തന്നെ അത് മുറിച്ച് ആ കർമ്മം എന്നെ കൊണ്ട് നടത്തിച്ചു. ഇങ്ങനെ വലിയ വിശാലമായ വലിയൊരു വീക്ഷണം, കേരളത്തിൽ ആരും ഇതുവരെ കാണിക്കാത്ത ഒരു വീക്ഷണം ത്തോടൊരു പാല പിന്നോക്കമാണെങ്കിലും ആശയങ്ങളിലും അഭിപ്രായങ്ങളിലും യാതൊരു പിന്നോക്കമല്ല, ഒരു മുന്നോക്കമാണ്. അങ്ങനെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും വളരെ മുന്നോക്കം നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പാലാ യൂണിയൻ. ഇന്ന് ഒരു സംഗമം, ആ സംഗമത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഈഴവ സംഗമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഈഴവ മഹാസമ്മേളനം എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഈഴവൻ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഈഴവ ഒരു നാണക്കേടായിരുന്നു. ഇന്നിപ്പോൾ ആളുകൾക്ക് ആ നാണക്കേടൊക്കെ മാറി. കാരണം ഈഴവൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ തന്നെ പറയുന്നത് ഈഴവൻ പെറ്റ ഈഴവനാണ് ഞാനെന്ന് പറയുന്ന കാര്യത്തിൽ അഭിമാനം കൊള്ളണമെന്നാണ്. കാരണം ആ അഭിമാനബോധം കാരണം എന്താണെന്ന് വെച്ചാൽ ജാതിയുടെ പേരിൽ ഒരുപാട് പീഡനം അനുഭവിച്ച സമുദായമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ജാതിയുടെ പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഡോക്ടർ പൽപ്പു ഒരു ഡോക്ടറായിട്ട് പോലും തിരുവിതാംകൂറിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കുവാൻ ദിവാനെ സമീപിച്ചപ്പോഴും ആദ്യം ചോദിച്ചത് താൻ്റെ പേരെന്ത്, ജാതി എന്ന്. എൻ്റെ പേര് ഡോക്ടർ പൽപ്പു, ജാതി ഈഴവൻ. ഉടൻ അന്നത്തെ സവർണ നേതാവിത്വം ഉള്ളിൽ വെച്ച് പുറത്തുന്ന ദിവാൻ പറഞ്ഞത്, നിങ്ങളുടെ കുലത്തൊഴിൽ ചെത്താണ്, നിങ്ങൾ ചെത്തിക്കഴിഞ്ഞോളണം. ഈ അവർണനായ നിങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കാനുള്ള അവകാശമില്ല. ഇതൊക്കെ കേട്ടാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊരു കടം കഥയായി പോകും. ഇങ്ങനെ നമുക്ക് ഇരിക്കാനും പറയാനും ഒക്കെ സാധിച്ചത് നമ്മുടെ പൂർവികര് നമുക്ക് തന്ന സംഘടനാബോധം, സമുദായബോധം കൊണ്ടാണ്. അങ്ങനെ ഡോക്ടർ പൽപ്പുവിനെ ജാതിയുടെ പേരിൽ പ്രത്യേകിച്ചും ഈഴവന് ഇവിടെ പഠിത്തമുണ്ടായവ പോലും ചികിത്സിക്കാൻ സവർണർ അനുവദിച്ചിരുന്നില്ല. കാരണം ചാതുവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് ഈഴവൻ അയിത്തജാതിക്കാരനാണ്. ആ അയിത്തജാതിക്കാരന് ചികിത്സിക്കാൻ ഇവർ അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ച ഡോക്ടർ പൽപ്പുവിൻ്റെ സ്വകാര്യ ദുഃഖം തൻ്റെ സമുദായത്തിൻ്റെ ദുഃഖമായി കണ്ടുകൊണ്ട് അദ്ദേഹം ജോലി അന്വേഷിച്ച് മൈസൂരിൽ പോയി. അവിടെ വന്യമായ ജോലി കിട്ടി. അവിടെ ജാതിയുടെ പേരിൽ അയിത്തമില്ലായിരുന്നു. അവിടെ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടൊരു ദുഃഖം, എന്നെ ഈഴവനായ എന്നെ ജാതിയുടെ പേരിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ട ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെയധികം വിഷമനായി. ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ അദ്ദേഹം കേരളത്തിൽ വീണ്ടും വന്നു. അങ്ങനെ നീട്ടി പരത്തി പറയുന്നില്ല, ചരിത്രം പലതുകൊണ്ട് വന്ന് നമുക്കെല്ലാം നേരാം വഴി കാട്ടും ആ ഗുരു. നമുക്ക് ദൈവമായ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുകൊണ്ട് ഈ ജാതിയുടെ പേരിലുണ്ടായ ഈ ഐത്തത്തെ അവസാനിപ്പിക്കുവാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഉറച്ചുകൊണ്ട് എടുത്ത തീരുമാനമാണ് ഒരു സംഘടന. ആ സംഘടനയുടെ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ സംഘടന രൂപീകരിച്ചെന്തിനാണ്? ജാതിയുടെ പേരിലുണ്ടായ നീതി നിഷേധത്തിൻ്റെ ജാതിയുടെ പേരിൽ സംഘടന ഉണ്ടാകണം. ജാതി വിവേചനമാണ്, ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ആ ജാതി വിവേചനം, ജാതി ചിന്ത ഉണ്ടാക്കി അതിൽ നിന്നൊരു ജാതി സംഘടന ഉണ്ടായി.
ഏതാണ്ട് 120 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് തിരുവിതാംകൂറിലോ കേരളത്തിലോ ഇങ്ങനെ ഒരു സമുദായത്തിലും സംഘടനകൾ ഉണ്ടാകുന്നതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഉണ്ടായി. ദിവാൻ അനുവാദം കൊടുത്തു. അതിൻ്റെ വകുപ്പ് 3B-യിൽ ഈഴവന്റെ ലൗകികവും വിദ്യാഭ്യാസം, ആരാധന, വ്യവസായം ഉൾപ്പെടെയുള്ളത് അരുവിപ്പുറത്തും ആവശ്യമുണ്ടെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും ബ്രാഞ്ചുകൾ നടത്തുവാനുള്ള അധികാരം രാജാവായ ഞാൻ ഇന്നേ ദിവസം രാജാവിന് വേണ്ടി ദിവാനായ ഞാൻ ഇന്നേ ദിവസം ഒപ്പിട്ട് തന്നിരിക്കുന്ന ലൈസൻസ് ആണ് ഇത്, രാമരായർ ഒപ്പ്. ആ ഒപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംഘടന ഉണ്ടായിട്ട് നമ്മളെല്ലാം പറയുന്നത് നമുക്ക് ജാതി പറയാൻ പാടില്ല. ഈ രാജ്യത്ത് ക്രിസ്ത്യാനിക്ക് പറയാം, മുസ്ലിം പറയാം, നായർക്ക് പറയാം, പുലയന് പറയാം, എല്ലാവർക്കും ജാതി പറയാം. ഈഴവൻ മിണ്ടിപ്പോരുത്. എന്നിട്ട് ഉടനെ ഗുരുവിൻ്റെ ദർശനം എന്നും സന്ദേശം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം പറഞ്ഞ ഗുരുവിൻ്റെ അനുയായിക്ക് ജാതി പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നാവടപ്പിക്കുവാൻ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും നടക്കുമ്പോൾ നമ്മൾ ജാതിയുടെ പേരിൽ ഏറ്റവും ക്രൂശിക്കപ്പെട്ട സമുദായം നമ്മളാണ്. അതുകൊണ്ട് തന്നെ ജാതിയുടെ പേരിൽ തന്നെ ഇതുണ്ടായി. ഇന്നും ജാതിയുടെ പേരിൽ തന്നെ നിൽക്കുന്ന ആ സംഘടന, ജാതി വിവേചനം ഇന്നും തുടരുന്നു. നാം ഒന്ന് മനസ്സിലാക്കണം, ഗുരുദേവനില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? SNDP യോഗമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? SNDP യോഗം ഒരു സമരസംഘടനയാണ്. SNDP യോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്ന കൊണ്ട് തന്നെ എത്രയോ സമരങ്ങൾക്ക് നേതൃത്വവും ഉപദേശവും ഗുരുദേവൻ കൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തിന് നടത്താൻ ഇവിടെ കൊണ്ടുവന്ന് 10,000 രൂപ കൊടുത്തില്ലേ? അതോടൊപ്പം തന്നെ രാജവാഴ്ചക്കാലത്ത് പ്രതിനിധികളെ അയക്കുവാൻ നിവർത്തന പ്രക്ഷോഭണം, അന്ന് ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിമുകളും പിന്നോക്കക്കാരും ഉൾപ്പെടെ നിവർത്തന പ്രക്ഷോഭണം നടത്തി ഇവിടെ ജനാധിപത്യത്തിൽ, ഇവിടെ പ്രജാസഭയിൽ പ്രാതിനിധ്യം വേണം, പോലീസിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിവർത്തന പ്രക്ഷോഭണം നടത്തിയത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഈഴവനും ഒക്കെ പിന്നോക്കക്കാരെല്ലാം കൂടെ ചേർന്നതാണ്. അങ്ങനെ രാജവാഴ്ച കാലത്താണ് സംവരണം വാങ്ങിച്ചത്. ഈ ജനാധിപത്യത്തിലുള്ള കാലത്തല്ല, രാജാവിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇതിനെല്ലാം നേതൃത്വം നൽകി പിൻബലം നൽകിയതും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുദേവൻ ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഭൗതികമായി വളരുവാൻ, ആത്മീയതയുടെ അടിത്തറയിൽ ശൂരിയാണെങ്കിൽ ഭൗതികമായി വളരുവാൻ SNDP യോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാം വളർന്നു. നമ്മളെ വളർത്താൻ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഗുരു നമ്മളെ നയിച്ചത്. ഗുരുവിനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായ വീക്ഷണത്തിൽ നവോത്ഥാന നായകനാണ്, വിപ്ലവകാരിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഗുരുവിനെ സന്ദേശങ്ങളും ദർശനങ്ങളും നാം ഒന്ന് മനസ്സിലാക്കണം. ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്, ഗുരു ദൈവമാണ്. ഗുരുവിൻ്റെ ഈശ്വരീയതയെ പറ്റി ആരും പറയാറില്ല. ഗുരു സാക്ഷാത് ദൈവമാണ് എന്ന് എത്രയോ സന്ദർഭത്തിൽ തെളിയിച്ചിരിക്കുന്നു. ഗുരു തന്നെ പറഞ്ഞു ഞാൻ ആരാണ്. കുണ്ടലിപ്പാട്ടിൽ ഗുരു പറയുന്നു, ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരു നാമെന്ന് അറിഞ്ഞുകൊണ്ട് ആടുപാമ്പേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓം ആരാണ്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ചേർന്നാണ് ഓം. ആ ഓം എന്ന് പറഞ്ഞാണ് ഞാൻ എന്ന് കുണ്ടലിപ്പാട്ടിൽ ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു. ഗുരു ആരാണെന്ന് നമ്മളാരും പറയണ്ട, ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരു ആരാണെന്ന്. അതോടൊപ്പം തന്നെ ഗദ്യപാഠത്തിൽ ഗുരു ഒന്ന് പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരം ഇല്ലാതിരിക്കുന്നതിന് മുമ്പും അറിവായി നാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായി നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഗുരു ഇപ്പോഴും ഉണ്ട്, പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ലോകം അവസാനിച്ചാലും ഗുരുവുണ്ട്, പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഗുരു
പ്രകാശിച്ച് തന്നെ കൊണ്ടുവരിക്കുന്ന വെച്ചാൽ ഗുരു ശരീരത്തെ വിട്ടുപോയെങ്കിലും ആത്മാവ് നമ്മുടെ മുമ്പിൽ അനുഗ്രഹിക്കാനും നമ്മളെ നിയന്ത്രിക്കാനും അദൃശ്യ ശക്തിയായി നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞതാണ് നേരെ. മറ്റൊന്ന്, ഇത് തന്നെ ഗുരു പറയുമ്പോൾ ഗുരു ആരാണ് എന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ആത്മവിലാസത്തിൽ ഗുരു എന്ന് പറയുന്നുണ്ട്, നാമും ദൈവവും ഒന്നായി തീർന്നിരുന്നിരിക്കുന്നു, നമുക്കിനി വ്യവഹരിക്കാൻ പാടില്ല. ഇതാ നാം ദൈവത്തിനോട് ഒന്നു ചേർന്നിരിക്കുന്നു, അതിൻ്റെ ദൈവത്തോട് ചേർന്ന് എന്ന് ഗുരു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗുരു ദൈവമായി മാറി. എങ്ങനെ മാറി? നാം ഉണ്ട്. നിങ്ങൾ യേശുദേവൻ ആരായിരുന്നു? ഒരു സാധാരണ സ്ത്രീ ജനിച്ചതല്ലേ, അത് ദൈവമായി മാറിയില്ലേ? ഉത്തരാരായിരുന്നു? ഒരു രാജാവിൻ്റെ മകനായിരുന്നില്ലേ? നമ്പി തിരുമേനി ആരായിരുന്നു? ഇതെല്ലാം സാധാരണമായി ജനിച്ച് അവരുടെ കർമ്മശുദ്ധി കൊണ്ടും ദൈവശുദ്ധി കൊണ്ടും അവരെല്ലാം വളർന്ന് വലുതായി അവരെവിടെ എത്തി? ദൈവതുല്യന്മാരായി മാറ്റി. അവരുടെ കർമ്മശുദ്ധിയും മനഃശുദ്ധിയും തപോശുദ്ധിയും കൊണ്ട് ഇവരെല്ലാം ദൈവമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ യേശുദേവനായി മാറി, നബി തിരുമേനിയായി മാറി, ബുദ്ധദേവനായി മാറി, ശ്രീനാരായണ ഗുരു ദേവനായി മാറി. അപ്പം നമുക്കെല്ലാം നേരാമ്പഴി കാട്ടുന്ന ഗുരു നമുക്ക് ദൈവമാണ്. ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ച് പ്രവർത്തിക്കണം. ഗുരു എന്താ പറഞ്ഞത്? ശിവപ്രതിഷ്ഠ നടത്തി പണ്ട് പറഞ്ഞത് എന്താണ്? ജാതിഭേദം മതദ്ദേശം ഭേദമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃക താനമാണ് ഇത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ, ലോകത്തിൽ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വിദ്വേഷമില്ലാതെ, ഭേദചിന്തയില്ലാതെ എല്ലാവരും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതുപോലെ പെരുമാറണം എന്നാണ് ഗുരു നമ്മളെ ഉപദേശിച്ചത്. നമ്മൾ അങ്ങനെയല്ലേ പെരുമാറുന്നത്? ഒരു മുസ്ലിമോട് നമുക്ക് വിരോധമുണ്ടോ? ഒരു ക്രിസ്ത്യാനിയോട് നമുക്ക് വിരോധമുണ്ടോ? ഒരു നായരോട് നമ്മൾ വിദ്വേഷം കാണിക്കാറുണ്ടോ? നമ്മളെല്ലാവരോടും സ്നേഹത്തോടും മര്യാദയോടും പെരുമാറുന്നത്. അവരെല്ലാം നമ്മൾ സോദരന്മാരെ കൊണ്ട് സ്നേഹിക്കുന്നു. അവർ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ സ്വന്തമായി വിലയിരുത്തിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കേരളത്തിൽ പണ്ട് ബാർബറി മസ്ജിദ് പ്രശ്നമുണ്ടായി. ബാർബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായപ്പോൾ SNDP ഉണ്ടായത് അതിനെ ശക്തമായി എതിർക്കുകയും തെരുവിലിറങ്ങി പള്ളി തകർത്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് SNDP പ്രവർത്തകർ തെരുവിലിറങ്ങിയവരാണ് നമ്മൾ. അത് പലപ്പോഴും പലരും മറന്നു പോകുന്നതെന്ന് സംശയം. അതോടൊപ്പം തന്നെ നിലക്കൽ പള്ളി പണിയണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പലരും എതിർത്ത് നിലക്കൽ പള്ളി പണിയാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SNDP പ്രമേയം പാസാക്കി, പ്രതിഷേധ പ്രമേയം എതിർത്തവർക്കെതിരെ പ്രതിഷേധ പ്രമേയം നടത്തി പള്ളി പണിയാനുള്ള പിൻബലം കൊടുത്തു. പള്ളിയോടെ പണിയുകയും ചെയ്തു. അതോടൊപ്പം ഇവിടെ ബാബറി മസ്ജിദ് തകർപ്പോഴും നമ്മളിതെല്ലാം അവർക്ക് അനുകൂലമായി നിന്നു. നമ്മൾ ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു നായർക്കും ഒന്നും എതിരല്ല. എന്നും മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയവും പരിപാടിയും. എന്നാൽ രാജ്യഭരണത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ചിലത് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രമായി പറയുമ്പോൾ അതൊരു വിദ്വേഷമായിട്ടല്ല കാണാറുണ്ട്. നമ്മുടെ രോദനമായി, നമ്മുടെ സങ്കടമായി കാണണം. നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ തീരൂരൊന്ന് പ്രസംഗിച്ച് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗ് ഭരണത്തിലിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം പിന്നോക്ക സമുദായക്കാരായി നിന്നുകൊണ്ട് ലീഗിനോടൊപ്പം SNDP നിന്നുകൊണ്ട് ഇവിടെ സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച്, ഹൈക്കോടതി മാർച്ച്, അതുപോലെ PSC ഓഫീസ് മാർച്ച്, ഡൽഹി മാർച്ച്, ഇതെല്ലാം അവരോടൊപ്പം മുസ്ലിം ലീഗിനോടൊപ്പം പ്രവർത്തിച്ചവരാണ് ഞാൻ. ലക്ഷക്കണക്കിന് രൂപ ഞാൻ കളഞ്ഞവനാണ്. പക്ഷേ അധികാരത്തിൽ വരുമ്പോൾ, അന്ന് ഇരുന്ന LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് നീതി തരും, സംവരണം ശക്തമാക്കും, വിദ്യാഭ്യാസ നീതി നമുക്ക് തരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട്
പോയി അവസാനം ഭരണത്തിൽ വന്നു. ഭരണത്തിൽ ലീഗ് അന്നു എന്നിട്ട് അവരൊന്നും തന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനം ചെയ്തു. ഒരു മുസ്ലിം സമുദായത്തെ ഞാൻ വിദ്വേഷമായിട്ട് പറഞ്ഞില്ല. പിറ്റേ സമയം ക്ലാരിറ്റി കൊടുത്തിട്ട് പോലും എൻ്റെ കോലം കത്തിക്കാനാണ് മുസ്ലിം ലീഗുകാർ തയ്യാറായത്. മറിച്ച് കത്തിക്കാവുന്ന കാര്യത്തിൽ നമ്മളാണ് മിടുക്കന്മാരെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ കത്തിക്കൽ അവർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നേരെ. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങളൊന്ന് ആലോചിക്കും. മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഈഴവ സമുദായത്തിന് ഒരൊറ്റ എയ്ഡഡ് കോളേജോ സ്കൂളോ കുടിപ്പൊളിക്കുള്ളതൊന്നുമില്ല. എത്രയോ പ്രാവശ്യം എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരു വിദ്വേഷമില്ല, എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖമാണ്, സങ്കടമാണ്. നിങ്ങൾ തരണേ തരണേ എന്ന് അധികാരത്തിൽ തന്നു. അപ്പോൾ കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഒറ്റെണ്ണം തന്നില്ലെന്ന് മാത്രമല്ല, ആലുവ മണപ്പുറത്ത് പോലും വെച്ച് കണ്ട പോലും അധികാരത്തിൽ കയറിയപ്പോൾ അവർ കാണിച്ചില്ല. മാത്രമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അന്നത്തെ ഗവൺമെന്റിനെ കൊണ്ട് നരേന്ദ്രൻ കമ്മീഷനെ കൊണ്ട് കമ്മീഷൻ വെപ്പിച്ച് മുസ്ലിങ്ങൾക്ക് PSC നിയമനങ്ങളിൽ പ്രാതിനിധ്യം കുറവാണെന്ന് പറഞ്ഞ് സ്പെഷ്യൽ റിപ്പോർട്ട് പിന്നീടപ്പോൾ ഈഴവരുടെ കുറവ് കൂടെ പരിഹരിക്കാൻ നരേന്ദ്രൻ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഈഴവരുടെ കുറവും കൂടെ പരിഹരിച്ചു കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു താല്പര്യം എടുത്തില്ല. വിവേചനം. നിങ്ങൾ നോക്കണം, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവരുടെ പാവപ്പെട്ടവർക്കൊരു ഗുണവുമില്ല, അതിലെ സമ്പന്ന വിഭാഗങ്ങൾക്കാണ്. അവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ ഏതാണ്ട് കണക്ക് പറഞ്ഞാൽ 58% അവിടെ മുസ്ലിങ്ങളുള്ളത്. ഈ 58% മുസ്ലിങ്ങളുള്ള മലപ്പുറത്ത് ആണ് 4 നിയോജകമണ്ഡലം. അതായത് അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, തിരുവഞ്ചൂർ, നിലമ്പൂർ. ഇത് നിലമ്പൂർ സമസമാണ്. അവിടെ പെരിന്തൽമണ്ണ ഈഴവൻ ജയിച്ചിട്ടുള്ള നിയോജകമണ്ഡലമാണ്, ഇടതുപക്ഷത്തിൻ്റെ. അവരുടെ ഭൂരിപക്ഷവും അവകാശപ്പെട്ടുകൊണ്ട് അവർ ഒന്നായി നിന്ന് നന്നാവുകയാണ്. നമ്മൾ പരസ്പരം തല്ലുകയാണ്. ഈ 58% അവിടെ എല്ലാം പിടിച്ചടക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാൻ പോലും അവകാശമില്ല എന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയും, അവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ സ്കൂൾ അവർക്ക് എത്രയാണെന്ന് അറിയാവോ? 11 കോളേജ് അവർക്കുണ്ട്. 11 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറത്ത്. അത് മലപ്പുറത്ത് സമുദായത്തിനല്ല, ആ സമുദായത്തിന് സമ്പന്നരുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. എയ്ഡഡ് കോളേജ് 11, അറബിക് കോളേജ് 6 ഉണ്ട്. ഈ അറബിക് കോളേജ് വെച്ചാൽ അറബി പഠിപ്പിക്കുന്നതല്ല, അറബി സൈഡിലാണ്. 2.5 ഏക്കർ ഉണ്ടെങ്കിൽ അറബിക് കോളേജ് മതി. അത് ആർട്സ് ആൻഡ് സയൻസ് വേണമെന്നുണ്ടെങ്കിൽ 15 ഏക്കർ വേണം. അറബിക് കോളേജ് എന്ന് പറഞ്ഞാൽ 2.5 ഏക്കർ. അറബി ഒരു വിഷയമായി എടുത്തുകൊണ്ട് ബാക്കിയെല്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കോഴ്സ് BSc BCom അതുപോലെ കോമേഴ്സും ഒക്കെ എടുത്തുകൊണ്ട് അതൊരു കോളേജാക്കി വെച്ചപ്പോൾ 11, 6, 17 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എയ്ഡഡ് കോളേജുകളുണ്ട്, 100 കണക്കിന് സ്കൂളുകളുണ്ട്. ആ പാട്ടിലാണ് നമുക്ക് ഒരു കുടിപ്പള്ളിക്കൂടെ ഒന്നും തരണ്ടേ? നമ്മുടെ കുട്ടി ആളുകൾ ജയിക്കണ്ടേ, പഠിക്കണ്ടേ? ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ദുഃഖം ഒരു സങ്കടമായി ഞാൻ പറയുമ്പോൾ അത് സഹതാപത്തോടുകൂടി കണ്ടതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഞാനൊരു ജാതിവാദിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ക്രൂശിക്കാതൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ ആഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണം. SNDP SNRSന്റെ റഹീം അസോസിയേറ്റ്സ് ആണ് 10-30 കൊല്ലമായി SNRSന്റെ എല്ലാ കണക്കുകളും പൈസ ഇന്ന് ആഡിറ്റ് ചെയ്ത് അയക്കുന്ന റഹീം അസോസിയേറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിൻഡിക്കേറ്റ് മെമ്പറുണ്ട് കോഴിക്കോട്. ഒരു മുസ്ലിങ്ങളും നോട്ട് കൊടുത്തില്ല. 18 വോട്ടാണ് നമ്മൾ കൊടുത്ത റഹീമിനെ. കൊടുത്ത് സിൻഡിക്കേറ്റ് മെമ്പറെ ആക്കി. ഇന്ന് കോഴിക്കോട്ട് അത് ജയിച്ച ഉടനെ അയാൾ വിളിച്ചത് SNDP യോഗം സിന്ദാബാദ് എന്നാണ് അതിനകത്ത് നിന്നത്. ഇന്നും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കോഴിക്കോട്ട് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് റഹീം. അതുകൂടെ നിങ്ങളൊന്ന് ആടിക്കണം. നമ്മുടെ കേസെല്ലാം നടത്തുന്ന ആരാണ്? SNDPയുടെ കേസ് നടത്തുന്നത് കൊല്ലത്തുള്ള നിസാറാണ്. വളരെ ആത്മാർത്ഥമായി നമ്മുടെ കേസെല്ലാം നടത്തുന്നത്. ഇതെല്ലാം ഈഴവർക്ക് ആളില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ള
മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് നമ്മളെല്ലാം കൊടുത്തത്? നമ്മളൊരു ഭേദചിന്ത അതിനകത്ത് കാണില്ല, മുസ്ലിം വിരോധം അതിനകത്ത് കാണുന്നില്ല. ഇതെല്ലാം ഒരു സഹോദര ചിന്തയോട് കൂടിയും നല്ലവരെന്നും നമ്മളോട് സ്നേഹിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്നവരെന്നും കണക്കാക്കി അവർക്കിതെല്ലാം ഇത് കൊടുക്കുകയും അവരിതെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പേരിൽ ഞാൻ വർഗീയവാദിയാണെന്നും മുസ്ലിം വിരോധിയാണെന്ന് പറയുന്നത്, ഞാനൊരു മുസ്ലിം വിരോധിയല്ല. നമ്മുടെ കൂടെ സഹകരിച്ചു പോകുന്ന എത്രയോ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രാജ്യത്ത് നീതി പങ്കിടുമ്പോൾ അതിനകത്തും ഒരു സാമൂഹ്യ നീതി വേണം. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു പോകും, ഇവിടെ തന്നെ കുരിശുമല എത്രയുണ്ട്? 450 ഏക്കറുണ്ട്. തങ്ങൾ പാറ എത്രയുണ്ട്? 300 ഏക്കറുണ്ട്. മുരുകൻ മല എത്രയുണ്ട്? 25 ഏക്കറുണ്ട്. സർക്കാർ പതിച്ചു കൊടുത്ത കുരിശുമല എത്രയാണ്? 450 ഏക്കറാണ് കുരിശുമലയ്ക്ക് വേണ്ടി ഇവിടെ പതിച്ചു കൊടുത്ത എല്ലാവരും കൂടെ, രാഷ്ട്രീയക്കാരെല്ലാം കൂടെ. ഞാനും വെള്ളാപ്പള്ളിയാണ്, ഞാനൊരു പള്ളിയാണ്, പക്ഷെ കുരിശില്ലാത്ത പള്ളിയായി പോയി മാത്രമേ ഉള്ളൂ. കുരിശുള്ള പള്ളിക്കാർക്ക് പതിച്ചു കൊടുത്തത് 450 ഏക്കറാണ് സർക്കാർ പതിച്ചു ഇവിടെ. പാലായിൽ തങ്ങൾ പാറയുണ്ട്, അതും പതിച്ചു കൊടുത്തത് 300 ഏക്കറാണ്. അത് കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത മുരുകൻ മല മാണിസാറിൻ്റെ ഔദാര്യത്തിൽ 15 ഏക്കർ SNDPക്കും 10 ഏക്കർ SN-ട്രസ്റ്റിനുമായിട്ട് മാണിസാറ് അത് കയറാനും ഇറങ്ങാനും ഒരു ഒറ്റ വെള്ളം പോലും കിട്ടാത്ത ഒരു മുരുകൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് പതിച്ചത്. അത് പൊട്ടും പൊടിയും അയ്യപ്പനിക്ക്. ഇതെന്ത് നീതിയാണ് മിസ്റ്ററെ? ഇത് പറയുമ്പോൾ ഞാൻ ജാതി വിരോധമാണ്. ജാതി ചിന്ത നിങ്ങൾ ഉണ്ടാക്കേണ്ടേ, ജാതി ചിന്ത ഉണ്ടാക്കരുത്. ജാതി വിവേചനമാണ് ജാതി ഉണ്ടാക്കുന്നത്. ഇവിടെ തന്നെ മതപരിവർത്തനത്തിൽ പറയാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ആരാണ്? ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ്. കത്തോലിക്കരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഇതാരാണ് ചെയ്യുന്നത്? നമ്മളെയും പട്ടികജാതിക്കാരെയാണ്. അതാരാണ് ചെയ്യുന്നത്? ക്രിസ്ത്യൻ വിഭാഗക്കാരെല്ലാവരും ആണെന്ന് പറയാൻ പറ്റില്ല, കത്തോലിക്കരാണെന്നും പറയാനും പറ്റില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗക്കാർ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ ഇന്ത്യ ഒരുപാട് വ്യാപകമായി മതപരിവർത്തനം ചെയ്തു. അതേസമയത്ത് മുസ്ലിങ്ങൾ ലവ് ജിഹാദ് അത് ഒറ്റപ്പെട്ട അവിടെ ഇവിടെയുണ്ട്. അവരുമായിട്ട് നോക്കുമ്പോൾ മതപരിവർത്തനത്തിന് അവർ ചെയ്തത് വെറും നാമമാത്രമാണ്. ക്രിസ്ത്യാനികളാണ് കൂട്ടത്തോട് കുടുംബത്തോട് തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതെല്ലാം പറയുമ്പോൾ ക്രിസ്ത്യാനി എന്നോട് വിരോധം ഞാൻ ചെയ്യാൻ മതിയ, അതൊരു സത്യം ഞാൻ പറഞ്ഞു പറയല്ലേ. ഇവർ ഒറ്റയ്ക്കൊറ്റക്ക് ലവ് ജിഹാദ് നടത്തുമെന്ന് പറയുമ്പോൾ അതില്ല എന്നല്ല, ഉണ്ട്, കുറച്ചേ ഉള്ളു എന്ന് പറയുമ്പോൾ അതും ഇല്ല എന്നല്ല പറയേണ്ടത്. ഇവിടെ സാമൂഹിക സത്യങ്ങൾ തുറന്ന് പറയാനുള്ള ഇച്ഛാശക്തി വേണം. അത് തുറന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൊള്ളുകയില്ലാത്തവരും ജാതി മാത്രം പറഞ്ഞ് ഇതെല്ലാം നടക്കുന്ന ആളുകളും മിടുക്കന്മാരുമാണെന്ന് പറയുന്ന അത് ശരിയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് കോളേജുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാമോ, കോട്ടയം ജില്ലയിൽ 549 സ്കൂളുണ്ട്. അതുപോലെ കേരളത്തിൽ 7227 സ്കൂളുകളുണ്ട്. കോളേജുകൾ 24 കോട്ടയം ജില്ലയിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കുള്ളതേ നാമമാത്രം. കോട്ടയം ജില്ലയിൽ എയ്ഡഡ് ഉള്ള 559 സ്കൂളുള്ളപ്പോൾ നമുക്കെവിടെയാണ് നാമമാത്രമായിട്ടാണ്. ഇതൊരു സാമൂഹ്യ നീതിയാണോ എന്ന് ചോദിച്ചാൽ, ജോസഫും അതുപോലെ തന്നെ കേരള കോൺഗ്രസും എല്ലാം കൂടെ ഭരിച്ച് നമ്മളെ ഇല്ലാതാക്കിയെന്ന് പറയും. അവരാണ് കുറേ അധികം നാളുകൂടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്തത്. അതുപോലെ കേരളത്തിൽ 7227 സ്കൂളുകളുള്ളപ്പോൾ നമുക്കുള്ളത് 24 എണ്ണമാണ്. എന്തുകൊണ്ട്? ഈ ജില്ലയിൽ തന്നെ ഉണ്ട് 24 കോളേജുകൾ. നമുക്ക് വല്ലതും ഉണ്ടോ? ഒരെണ്ണമെങ്കിലും
അത് കേരള കോൺഗ്രസിന്റെ ഭരണപരിഷ്കാരോട് വന്നപ്പോൾ വിജയ് ജോസഫായാലും ഏത് ജോസഫായാലും തൊമ്മനായാലും തൊപ്പിയായാലും ആര് വന്നാലും അവരവിടെ സമുദായത്തിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും ഇഷ്ടംപോലെ കൊടുത്തപ്പോൾ നമുക്കെന്ത് തന്നു? പാലായി തന്നെ പറയാം, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ എവിടെ പോകും? ഇത് പറയുമ്പോൾ ജാതി പറഞ്ഞ് നമ്മളത് വാടകയ്ക്കാൻ നോക്കിയാൽ പോരാ. ഇവിടുത്തെ രാഷ്ട്രീയമായി പങ്ക് പാലാ പഞ്ചായത്തിൽ പോലും ഒരു 7 ഒരു സ്ഥാനാർത്ഥിയാക്കാൻ ഏതെങ്കിലും പഞ്ചായത്തുകാരന്മാരുണ്ടോ? പറയുമ്പോഴെല്ലാം ഞമ്മൻ്റെതാണ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് എല്ലാ അച്ചായന്മാരും കൊണ്ടുപോകും. ഇങ്ങനെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോരോ അച്ചായനും അമ്മമാരും പണ്ടുകൊണ്ടും കൊണ്ടുപോയാൽ നമുക്കെല്ലാം വോട്ട് കുത്താനുള്ള അവകാശം മാത്രമായി വോട്ട് കുത്തുന്ന യന്ത്രങ്ങളായി മാത്രം ഈഴവരും പിന്നോക്കക്കാരും ഇവിടെ അതപ്പതിച്ചു. ഇത് ഞാൻ പറയണ്ടേ? ഞാൻ പറയാതെ ആര് പറയാനാണ്? ഈ മാറണം. ഈഴവത്തിപറ്റ ഈഴവനാണെന്ന് പറയാനുള്ള ആർജവം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മറ്റു സമുദായങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമുദായങ്ങൾ സംഘടിച്ച് ശക്തരായി വോട്ട് ബാങ്കുകളായി അവരെല്ലാം ആ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ശക്തിയായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ലേ? കേരള കോൺഗ്രസിന്റെ ജനകീയ പിൻബലം ആരുടേതാണ്? അവരെ നയിക്കുന്നത് ആരാണ്? അതോടൊപ്പം തന്നെ ലീഗിനെ നയിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അതിനകത്ത് വേറെ ആരെങ്കിലും വല്ലതുണ്ട്? പൊടിക്ക് വേറെ ആരെങ്കിലും ഉണ്ട്? ഒരു രാമനുണ്ടായിരുന്നു, അയാളുമില്ല. അത് സംവരണമായിരുന്നു. ഇവരെല്ലാം മതേതരത്വം വായിക്കുന്ന 4 വട്ടം പറയും. ഒരു മതേതരവുമില്ല. അവരെല്ലാം അവരുടേതായ മതങ്ങൾക്ക്, മതവിശ്വാസികൾക്ക് സ്ഥാനവും അധികാരങ്ങളും എല്ലാം പങ്കിട്ട് കൊടുക്കുമ്പോൾ നമ്മളെല്ലാം നോക്കുകുത്തിയായി നിൽക്കാൻ കാരണം നമ്മുടെ ഗുരുവിൽ നിന്ന് അകന്നുപോയി. നമ്മൾ പരസ്പരം തല്ലുന്നു, അല്ലെ തല്ലിക്കുന്നു. നമ്മളറിഞ്ഞ് സ്വയം സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ നീതി കാണാൻ സാധിക്കൂ. നമുക്ക് സാമൂഹ്യ നീതിയാണ് വേണ്ടത്. ക്രിസ്ത്യാനിയുടെ അവകാശമോ മുസ്ലിങ്ങളുടെ അധികാരമോ ഒന്നും നമുക്ക് പിടിച്ചു നിർത്താനില്ല. ജനസംഖ്യ ആനുപാതികമായി ഈ രാജ്യത്ത് രാഷ്ട്രീയ നീതി വേണം, വിദ്യാഭ്യാസ നീതി വേണം, സാമ്പത്തിക നീതി വേണം. വിദ്യാഭ്യാസ നീതി നമുക്ക് കിട്ടിയോ? കേരളത്തിൽ ഇന്ന് ഒരൊറ്റ സമുദായത്തിൽ മാത്രം കേരളത്തിലുള്ള 27 കോളേജുകൾ ഈ ജില്ലയിലുള്ളപ്പോൾ നമുക്ക് കേരളം മൊത്തം ഇരുന്നാൽ പോലും അതിൻ്റെ 13 എന്തൊരു സംഘർഷശേഷം നമുക്ക് എന്ത് കിട്ടി? വന്നവരാരും തന്നില്ല. ഭരിച്ചതെല്ലാം ന്യൂനപക്ഷ സമുദായക്കാരാണ്. അവർ സ്വന്തം സമുദായത്തിനെല്ലാം കൊടുത്തു, ബാക്കിയുള്ള സമുദായത്തിനും കൊടുക്കണമെന്നുള്ള വിചാരങ്ങളില്ലാതെ പോയി. അത് വാങ്ങാനുള്ള ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് വരുവാൻ സമുദായ നേതാക്കന്മാർക്ക് ഉള്ള കൂട്ടായ്മ നമുക്കില്ലാതെ പോയി. നമ്മുടെ കൂട്ടായ്മയില്ലായ്മയും ചൂഷണം ചെയ്തുകൊണ്ടും നമ്മുടെ വോട്ട് ബാങ്കായി നിൽക്കുന്നില്ല എന്നുള്ള വിചാരം കൊണ്ടും ആർക്കും എങ്ങനെ നമ്മളെ ഉപയോഗിക്കാം എന്നുള്ള ചിന്തയും വന്നപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് അവഗണിക്കപ്പെട്ടവൻ്റെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ചവിട്ടിത്തേച്ച് നിരക്കുന്നൊരു വിഭാഗമായി മാറി. അതിൽ നിന്നൊരു മുന്നേറ്റം അനിവാര്യമാണ്. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. മനുഷ്യരായി ജീവിച്ച് മനുഷ്യരായി മരിക്കുന്നതാണ് നല്ലത്. നമ്മളെ എറുമ്പ് കടിച്ച് ചാകരുത്. എറുമ്പ് കടിച്ചല്ല ചാകേണ്ടത്. ആകാതെ നമ്മൾ തൻ്റെ ഇടത്തോടും ധൈര്യത്തോടും കൂടി അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ ആരോടും മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുവാനുള്ള ഇച്ഛാശക്തി നമ്മുടെ സമുദായത്തിൽ ഇല്ലാതെ പോയ ആ കുറവിനെങ്കിലും പരിഹരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു പിന്നെയും പറയുന്നു, ഡോക്ടർ പൽപ്പോ പറഞ്ഞ സിംഹഗർജനം ഈഴവത്തിപറ്റ ഈഴവനാണെന്ന് പറയാനുള്ള അഭിമാനബോധത്തോടുകൂടി നമുക്ക് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുവാൻ സ്കൂൾ വേണം, കോളേജ് വേണം, രാഷ്ട്രീയ നീതി. ഇവിടെ പാലായിൽ പഞ്ചായത്തത്തെ പ്രതിനിധിയുണ്ട്. നമുക്ക് പ്രാതിനിധ്യം വല്ലതും തരുന്നുണ്ടോ? ഒരു സൊസൈറ്റി പോലും തരുന്നുണ്ടോ? ഇവിടുത്തെ സമ്പത്ത് പങ്കിടുമ്പോൾ ആരാ കൊണ്ടുപോകുന്നത്? ഉള്ളവർ തന്നെ പിന്നെയും കൊണ്ടുപോകില്ലേ? കോളേജായാലും സ്കൂളുകളിലായാലും പഠിക്കാനും പഠിപ്പിക്കുവാനും പോകുന്ന ആരെയും പഠിപ്പിക്കുന്നതും അവരുടെ സ്വന്തം സമുദായങ്ങളാണ്. അവർക്ക് ശമ്പളത്തിൽ കോടിക്കണക്കിന് രൂപയല്ലേ കിട്ടുന്നത്. നമുക്ക് പഠിക്കാനോ അവസരം കിട്ടുന്നുണ്ടോ? നീ അനീതിക്കെതിരെ പോരാടാൻ
അതാണ് സംഘടിച്ച് ശക്തരാകാൻ. ഗുരു പറഞ്ഞത് അടുത്തുള്ളവന്റെ പേര് വിളിക്കാനില്ല. നമ്മുടെ സ്വന്തം സമുദായത്തിന്റെ ആസ്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംഘടിതരായി ശക്തരായി സമുദായത്തിന്റെ പേരിൽ നീതി നഷ്ടപ്പെട്ട നമ്മൾ, ജാതിയുടെ പേരിൽ നീതി നിശ്ചയിക്കപ്പെട്ട നമ്മൾ ജാതിയുടെ പേരിൽ തന്നെ സംഘടിച്ചുകൊണ്ട് പോരാട്ടം നടത്തി സാമുദായിക ശക്തി സമാഹരണം നടത്തിക്കൊണ്ട് നമുക്ക് അർഹതപ്പെട്ടത് കൂട്ടായി ബലപേശി വാങ്ങുവാനുള്ള ഇച്ഛാശക്തി സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരു മഹാസമ്മേളനം ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുവാൻ ഇന്നത്തെ യൂണിയൻ നേതാക്കന്മാർക്ക് സാധിച്ചതിൽ അവരെ മൊത്തമായി അഭിനന്ദിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകൾ കൂട്ടി ഈ പ്രദേശത്ത് ഇത്രയധികം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്ത് ഇന്നത്തെ യൂണിയൻ നേതൃത്വം കാണിച്ച ആ വലിയ മനസ്സതിക്കും എനിക്കൊരു ആദരവ് തരുവാനുള്ള വലിയ മനസ്സ് കാണിച്ചതിനും അവർക്കെല്ലാം 100,000 നമസ്കാരങ്ങൾ. ഇത് കേട്ടിരിക്കാനുള്ള സന്മനസ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സദസ്സിലിരിക്കുന്നവരാരും ഏറ്റുപോകരുത്. വിശിഷ്ട അതിഥികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അരമണിക്കൂർ 15 മിനിറ്റും കൊണ്ട് നമ്മുടെ പ്രോഗ്രാം തീരുകയാണ്. ആൾക്കാർ പ്രൗഢമായ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുരേഷ് ഇട്ടികുന്നേൽ, ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ ഈ യോഗത്തിന് തന്നെ കാരണക്കാരനായി തീർന്ന നമ്മൾ ഇന്നിവിടെ ആദരിച്ച SNDP യോഗത്തിൻ്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ മഹാനായ ജനനേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, ഭദ്രദീപ പ്രകാശനം നിർവഹിച്ച ഏറ്റവും ആദരണീയയും ബഹുമാന്യയുമായ SN ട്രസ്റ്റ് അംഗം, നമ്മുടെ എല്ലാം പ്രിയങ്കരിയും ബഹുമാന്യയുമായ പ്രീതി നടേശൻ അമ്മ അവർകൾ, ഏറ്റവും ഹൃദ്യമായി നമുക്കെല്ലാം സ്വാഗതം ആശംസിച്ച യൂണിയൻ കൺവീനർ ശ്രീ MR ഉല്ലാസ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മുടെ നാടിൻ്റെ അഭിമാനം ശ്രീ ജ്യോതിഷ് മോഹൻ IRS, പ്രിയങ്കരിയായ സംഗീത വിശ്വനാഥൻ, പ്രിയപ്പെട്ട ശ്രീ ബാബുരാജ്, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന SNDP യോഗത്തിൻ്റെയും പോഷക സംഘടനകളുടെയും ഏറ്റവും പ്രിയങ്കരും ബഹുമാന്യരുമായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ഒരു ബഹുമതിയായും ഒരു അഭിമാനമായും ഞാൻ കരുതുകയാണ്. കാരണം ഈ സംഘടനാ സംവിധാനത്തു നിന്നും പുറത്തു നിന്നും ക്ഷണിക്കപ്പെട്ട ഏക ആൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളെ പോലെ സർവാദരണീയനായ ഒരു വ്യക്തിത്വത്തിന് 30 വർഷം ഒരു മഹത്തായ സംഘടനയെ കേരള സംസ്ഥാനത്ത് ലോകത്ത് നയിച്ചതിൻ്റെ ആദരവ് നൽകുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വേദിയാണിത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പോ ഇതിനു പിമ്പോ ഇങ്ങനെ ഒരു വേദി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സുസ്ഥിരമായ സേവനങ്ങൾ സാധാരണ മനുഷ്യരൊക്കെ ഔദ്യോഗിക ജോലിയിൽ നിന്നും കൃത്യനിർവഹണത്തിൽ നിന്നൊക്കെ വിരമിക്കുന്ന ഒരു പ്രായമാണ് 58 വയസ്സ്. ആ 58 വയസ്സിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ സാരഥ്യത്തിലേക്ക് എത്തുകയും 3 പതിറ്റാണ്ട് ഏറ്റവും ഉജ്ജ്വലമായ നിലയിൽ അതിനെ നയിക്കുകയും ചെയ്ത് ഈ 30 വർഷക്കാലവും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലും ഏറ്റവും ഉജ്ജ്വലമായ ഇടപെടലുകൾ നടത്തി ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ഏറ്റവും മഹത്തായ ദർശനം
സാമൂഹ്യ നീതിയുടെ ദർശനം, അതിനെ ആധുനിക കാലഘട്ടത്തിൽ സാർത്ഥകമാക്കാൻ, പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വലിയ ഇടപെടലുകൾ നടത്തി ആധുനിക കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുമ്പോൾ ആ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി രേഖപ്പെടുത്തുന്ന ഒരു പേരായി ഇക്കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാറി എന്നുള്ളത് ഏവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞതുപോലെ ഈ 3 പതിറ്റാണ്ടിനിടയിൽ SNDP യോഗം 125 വർഷം പഴക്കമുള്ള ഈ സംഘടന ഏറ്റവും അധികം ഉയരങ്ങളിലേക്ക് എത്തി. 50 യൂണിയനുകളിൽ നിന്നും 150 യൂണിയനുകളിലേക്കും 3000 ശാഖകളിൽ നിന്നും 6000 ശാഖകളിലേക്കും അതുപോലെ തന്നെ ഒട്ടേറെ പോഷക വനിതാ വേദിയും യൂത്ത് മൂവ്മെന്റും എംപ്ലോയീസ് ഫോറവും ബാലവേദിയും ഒക്കെ അടക്കം പുതിയ പോഷക സംഘടനകൾ രൂപം കൊണ്ട് കുടുംബ യൂണിറ്റുകൾ ഉണ്ടായി. മൈക്രോ ഫിനാൻസ് സംവിധാനത്തിലൂടെ താഴെ തട്ടിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്ന് കേരളത്തിന്റെയും ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രവർത്തനത്തിന്റെ മാഹാത്മ്യവും മഹത്വവും എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്, പരാജയം എന്നൊന്നും എന്റെ നിഘണ്ടുവിലെന്ന് ഇല്ല എന്ന്. അതുപോലെ ഭയം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലില്ല എന്ന് നിരീക്ഷിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന സത്യങ്ങളെ ആരുടെയും മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്തൊരു നേതാവ് ഇന്ന് കേരളത്തിൽ ഉണ്ട് എങ്കിൽ ആ നേതാവിന്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് എന്നുള്ളത് നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ആർക്കും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ചിലർക്ക് അപ്രിയമുണ്ടാവാം, പക്ഷെ ആരുടെയെങ്കിലും പ്രിയമോ അപ്രിയമോ നോക്കാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സമീപനം എല്ലായ്പ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹം തുറന്ന മനസ്സോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് മുമ്പുണ്ടായ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അപ്പൊ ആ നിലയിലുള്ള നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തന മികവാണ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, SNDP യൂണിയനിലൂടെ കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആകമാനമുള്ള വളർച്ചയും പുരോഗതിയുമാണ് അതിലൂടെ കൈവരുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വെറുതെ ഒരു ഭംഗിവാക്കിന് പറഞ്ഞതല്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ഏതാണ്? ഈഴവ സമുദായമാണ്. അപ്പൊ സ്വാഭാവികമായും ആ സമുദായത്തിന്റെ ഒരു പുരോഗതി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അനുരണനങ്ങൾ, അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ, അതിന്റെ ഒരു ഉപഫലങ്ങൾ ഇതെല്ലാം മറ്റുള്ളിടത്തേക്കും പ്രസരിക്കപ്പെടുകയും വ്യാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ സ്വാഭാവികമായും കേരളത്തിന്റെ ആധുനിക കാലഘട്ടത്തിലെ പുരോഗതിക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ SNDP യൂണിയന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം എന്താണ് ഗുരുദേവൻ പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ ഊന്നൽ, മുമ്പ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുമ്പോ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ 10 മടങ്ങ് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ SNDP യോഗത്തിനും SN ട്രസ്റ്റിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കാണുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകുന്ന വലിയ ഊന്നലിന്റെ അതിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ വ്യവസായ പ്രവർത്തനങ്ങളിലൂടെ പുരോഗതി പ്രാപിക്കുക, സംഘടന കൊണ്ട് ശക്തമാവുക, ഇതായിരുന്നു ഗുരുദേവന്റെ കാഴ്ചപ്പാടെങ്കിൽ ആ കാഴ്ചപ്പാടിന് ആധുനിക കാലഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ ഊടും പാവും നൽകി നടപ്പിലാക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ SNDP യോഗത്തിന് കഴിഞ്ഞിരിക്കുന്നുവെന്ന് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അസന്നിഗ്ധമായി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സുരേഷ് ഇവിടെ ഒരു കാര്യം പറഞ്ഞത് കൂടി ഒന്ന് പരാമർശിച്ച് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം ഈ സമുദായത്തിന്റെ ജനസംഖ്യയ്ക്കും അതിന്റെ പ്രാധാന്യത്തിനും അനുസരിച്ചുള്ള പ്രാതിനിധ്യം നൽകണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് കേരള നിയമസഭയിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കിയാൽ അറിയാം. അതൊന്നും ഞാൻ വല്ലാതെ പറയുന്നില്ല, കാരണം ഇതൊരു രാഷ്ട്രീയ വേദിയല്ല, എല്ലാ പാർട്ടിയുടെയും ആളുകളുള്ളൊരു വേദിയിൽ അത് പറയുന്നത് ശരിയല്ല. എങ്കിലും
ഞാൻ ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാ സന്ദർഭങ്ങളിലും ഈഴവ സമുദായത്തെ ചേർത്ത് പിടിച്ചാണ് മുന്നോട്ട് പോയിട്ടുണ്ട് ഉള്ളത് എന്നും അത് കേരള മന്ത്രിസഭയിലും കേരള നിയമസഭയിലുമൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് വിനയപുരസ്സരമോട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങളിൽ ആ ഒരു പരിഗണനയും സമീപനവും ഉറപ്പായും ഉണ്ടാവുമെന്നും ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ എന്റെ നേതാവ് മാണി സാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം, അവരുടെ വലിയ സഹോദര തുല്യമായ ഒരു ബന്ധം, ഞാൻ പലപ്പോഴും അത് അടുത്തു നിന്ന് നോക്കി കണ്ടിട്ടുള്ള ആളാണ്. മാണി സാറുമായിട്ടൊരു സഹോദര തുല്യമായ ബന്ധം വെള്ളാപ്പള്ളി നടേശൻ സാറ് സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള മുരുകൻമല SNDP യോഗത്തിന്റെ മീനച്ചിൽ യൂണിയനുമായി ബന്ധപ്പെട്ട് പട്ടയം നൽകി പതിച്ചു നൽകിയത് മാണി സാറാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഏത് വിഹിതം കിട്ടുമ്പോഴും അതിലൊരു കോട്ട SNDP യോഗത്തിന് നീക്കിവെക്കുന്ന ഒരു പാർട്ടിയാണ് ഞാൻ നിൽക്കുന്ന കേരള കോൺഗ്രസ്. അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പാർട്ടിയൊക്കെയാ എങ്കിലും കാരണം എപ്പോഴും ഞങ്ങൾക്ക് ഭരണത്തിന്റെ ഫലഭാഗമായിട്ട് കോർപ്പറേഷനുകളൊക്കെ കിട്ടുമ്പോൾ അതിലൊരു കോർപ്പറേഷൻ എല്ലായ്പ്പോഴും ഒരു പേര് വെള്ളാപ്പള്ളി നടേശൻ സാറ് നിർദ്ദേശിക്കുന്ന ആളിനാണ് നൽകാറുള്ളത്. ഇത്തവണയും അത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മന്ത്രിമാരുടെ സ്റ്റാഫിനെ ഒക്കെ നിശ്ചയിക്കുന്ന ഘട്ടത്തിലും നമുക്കറിയാം കളിച്ചുകുളങ്ങരയിൽ നിന്ന് കിട്ടുന്ന പേര് ആ പേര് സ്റ്റാഫിൽ ഉണ്ടാവും. ആ നിലയിലുള്ള ഒരു പരിഗണനയും പ്രാതിനിധ്യവും എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലും അത് തുടർന്നു കൊണ്ടുപോകും. ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ഒന്നുപോലെ കണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴും SNDP ശാഖകളുമായി ബന്ധപ്പെട്ട് ആ ശാഖകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആ ശാഖകളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഓരോ ആവശ്യത്തിനും ഏറ്റവും മുന്തിയ പരിഗണന എന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 4 വർഷവും കൊടുത്തിട്ടുണ്ട്. അതിവിടെ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യമുള്ളതാണ്. തുടർന്ന് നാളുകളിലും അതേ നിലപാടും അതേ സമീപനവും ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആദരണീയനായ ബഹുമാന്യനായ കേരളത്തിലെ ഇന്നുള്ള ജനനേതാക്കന്മാരിൽ അത് രാഷ്ട്രീയ സാമുദായിക നേതൃത്വത്തെ എല്ലാം ഒരുമിച്ച് ചേർത്ത് ജനനേതാക്കൾ എന്ന് വിളിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ജനനേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആ നേതാവിന്റെ പേര് വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ 3 പതിറ്റാണ്ട് നയിച്ചതുപോലെ തന്നെ ഇനിയും ദീർഘകാലം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുന്ന കാലത്തത്രയും അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട് ഈ സംഘടനയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും സേവിക്കാനുള്ള ഇടയാവട്ടെ എന്നും അതിനുള്ള കൂടുതൽ ഊർജവും കരുത്തും പ്രചോദനവും ഒക്കെ നൽകുന്നതാവട്ടെ ഇവിടെ മീനച്ചിൽ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നൽകിയ ഈ സ്വീകരണവും ഈ നൽകിയ നിലവിളക്കിന്റെ ഉപഹാരവും ഒക്കെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആദരവുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഗുരുദേവ സ്മരണയിൽ ഉപസംഹരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജ്യോതി സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യൂണിയൻ ചെയർമാൻ ശ്രീ സുരേഷ് ഇട്ടികുന്നേൽ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തുഷാർജി, സ്വാഗതം ആശംസിച്ച യൂണിയൻ കൺവീനർ ശ്രീ MR ഉല്ലാസ്, എത്രയും ബഹുമാന്യനായ ഇന്ന് ഇവിടെ ഈ ഒരു സമ്മേളനത്തിന് തന്നെ കാരണക്കാരനായ 30 വർഷങ്ങൾ ഈ SNDPയെ വലിയ വിജയത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, അതുപോലെ തന്നെ ശ്രീമതി പ്രീതി നടേശൻ അവർകൾ, മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ ഈ ഈരാറ്റുപേട്ട ഈ മീനച്ചിൽ യൂണിയൻ്റെ കീഴിൽ SNDPയുടെ ശാഖയായും മറ്റ് സംഘടനകളുമായി പ്രവർത്തിക്കുന്ന എല്ലാ ശ്രീനാരായണീയരെ, മറ്റ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദീർഘമായ ഒരു സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നീണ്ട ഒരു പ്രഭാഷണത്തിന് ഇവിടെ സ്ഥാനമില്ല എന്നറിയാം. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ 2 ആഴ്ച മുമ്പ്, ഒരുപക്ഷെ എനിക്കൊന്ന് നാട്ടിൽ എല്ലാവർക്കും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, ഞാൻ നാട്ടിൽ നിന്നും ഗോവയിലേക്ക് ട്രാൻസ്ഫറായി. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ഗോവയിൽ അഡീഷണൽ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തു. കഴിഞ്ഞ ഒരു 4.5 വർഷക്കാരൻ നാട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഇത്തിരി രാഷ്ട്രീയമൊക്കെ പറയും, പേടിയാണ്, വരണ്ട കേട്ടോ എന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു. എന്താണെങ്കിലും സാർ, ഒരു കാര്യം, ഞാനിന്നിവിടെ നിൽക്കുന്നത് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ എന്നുള്ള പദവിയേക്കാൾ ഉപരി
വർഷങ്ങൾക്ക് മുമ്പ് 108 നമ്പർ ശാഖയുടെ SNDP യൂത്ത് മൂവ്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു പാരമ്പര്യം എനിക്കുണ്ട്. ആ പാരമ്പര്യത്തിന്റെ പുറത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ഞാൻ അമ്മയോട് പറയായിരുന്നു, ഞങ്ങൾ ശിവഗിരിയിൽ പല പ്രാവശ്യവും അവിടെ നടക്കുന്ന ശിവഗിരി തീർത്ഥാടന കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് IAS, IPS, IRS, IFS ഉദ്യോഗസ്ഥർ ഉദാഹരിച്ചാൽ ഒരുപാടുണ്ട്. ഉദാഹരിച്ചാൽ ഒരു ശിഖാ സുരേന്ദ്രൻ IAS ഇപ്പൊ കളക്ടറായിട്ട് ചുമതലയിലുണ്ട്. ആ ശിഖാ സുരേന്ദ്രനാണ് പലപ്പോഴും അവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വേദികളിൽ ഗുരു ഗീതങ്ങൾ ചൊല്ലിയും പ്രാർത്ഥനകൾ ചൊല്ലിയും ആ വേദികളിൽ തുടങ്ങുന്നത് തന്നെ ഈ ശിഖാ സുരേന്ദ്രന്റെ പ്രാർത്ഥനയോട് കൂടിയാണ്. പിന്നീട് പല അവസരങ്ങളിൽ ഇപ്പോൾ പോലും ശിവഗിരിയിൽ നടക്കുന്ന, അപ്പൊ ശിഖാ സുരേന്ദ്രൻ ഇതുപോലെ തന്നെ SNDPയുടെ യൂണിറ്റുകളിൽ, ഇപ്പൊ ഞാനും അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗായത്രി കുടുംബ യൂണിറ്റ് എന്നൊരു കൊച്ചു കുടുംബ യൂണിറ്റ്, പെരിങ്ങളം കുടുംബ യൂണിറ്റിൽ അവിടെ നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലി ഈ SNDP യൂത്ത് മൂവ്മെന്റിൽ സെക്രട്ടറിയും മറ്റുമായി പല അവസ്ഥകളിൽ എന്നെ പോലുള്ള ഒരുപാട് സഹോദരന്മാർ ഇവിടെ പല സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരിവിടെ ഉണ്ട്. അവരോട് ഞാൻ പറയാണ്, നമ്മൾ ഇങ്ങനെ ഉയർന്നു നിൽക്കാനും, ഇപ്പം നമ്മുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് നമ്മുടെ MLA ഉൾപ്പെടെ സെബാസ്റ്റ്യൻ സാർ ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊരു കാര്യവും ആർജവത്തോടുകൂടി ഊർജത്തോടുകൂടി പറയുന്നത് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ യാതൊരു ഭയവും ഇല്ലാതെ ആരോടും എവിടെയും പറയാനുള്ള തൻ്റെ ഇടമുണ്ട്, ഊർജമുണ്ട് അദ്ദേഹത്തിന്. അതൊക്കെ ഞങ്ങൾ യൂത്ത് മൂവ്മെന്റിൽ ഇരിക്കുമ്പോഴും മറ്റ് പല സാഹചര്യങ്ങളിലും കണ്ടും പഠിച്ചും അങ്ങനെ വ്യക്തിത്വ വികസനത്തിലൂടെ കടന്നു പോയതിൻ്റെ ഒരു ഫലവും കൂടിയാണ് ഞാൻ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു നിലയ്ക്ക് ഇവിടെ വരാനുള്ള കടമയും കടപ്പാടും എനിക്കുണ്ട്. അതുകൊണ്ട് അതിലൊരു ഭയമില്ല. അതിനി എന്തെങ്കിലും വന്നാലും അത് വന്നോട്ടെ, എന്താണെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് തന്നെ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറി ഇങ്ങ് പോകുന്നതാണ്. 2 ദിവസം ലീവ് എടുത്തിട്ടാണ് പോകുന്നത്. പറയാൻ പറ്റത്തില്ല ഇനി എവിടുന്നാ ഭാര വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ലീവ് എടുത്താ പോകുന്നത്. അപ്പം എന്താണെങ്കിലും ഇതിനോട് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മീനച്ചിൽ SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ അടങ്ങുന്ന 108 ശാഖ ഉൾപ്പെടെ കൈപ്പള്ളി, എടമല പോലുള്ള സ്ഥലത്തൊക്കെ ഞാനിത് പറയാൻ പ്രത്യേകം എല്ലാവരും ഇരിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ ടൗണുകളിലുള്ള സിറ്റികളിലുള്ള, ഇപ്പം എൻ്റെ ഭാര്യ വീടൊക്കെ തൃശ്ശൂരൊക്കെ, അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പരിപാടികളിലൊക്കെ ചിലപ്പോഴെങ്കിലും ജനറൽ സെക്രട്ടറി മിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 10-30 വീടുകളുള്ള ഈ കൈപ്പള്ളി, എടമല പോലുള്ള സ്ഥലങ്ങൾ അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അപ്പൊ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഓടിയെത്തുക? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എടോ അവിടെയൊക്കെ ഞാൻ ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഞാനാ അഭിമാനം. ഇവിടെ ഞാൻ വന്നില്ലെങ്കിൽ അത് എൻ്റെ ഒരു പരാജയമാണ്. അപ്പൊ അത് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ആ കൊച്ചു സ്ഥലങ്ങളിൽ കുറച്ച് വീടുകളുള്ള, സാധാരണ അവിടെ പോയി അവിടുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അദ്ദേഹത്താൽ കഴിയുന്ന 5000-10,000 ആ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും കുട്ടികൾക്കും അതുപോലെയുള്ള ചെറിയ ചെറിയ വനിതകൾ നടത്തുന്ന ചെറിയ സംരംഭങ്ങൾക്കും ഒക്കെ എല്ലാ രീതികളിലുള്ള സപ്പോർട്ട് പറയാതിരിക്കുക വയ്യ. ഇന്ന് ഈ വലിയ ഒരു പ്രോഗ്രാം നടത്തിയ ഈ മീനച്ചിൽ യൂണിയന്റെ ഭാരവാഹികൾക്ക് വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം അവര് 2023 ഇതുപോലെ തന്നെ മാധവീയം എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടത്തി വലിയ രീതിയിൽ പാലായിൽ. തവണ ഇത് ഈരാറ്റുപേട്ടയിലേക്ക് വരുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിൽ ചിന്തിച്ചു, ഇവിടെയൊക്കെ ഇത്ര ആൾ കൂടാൻ സാധിക്കുമോ? പക്ഷേ 5000-ൽ പരം ജനങ്ങളെ കൂട്ടി ഒരു വലിയ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചു. മാത്രമല്ല മാധവീയത്തിനേക്കാൾ വലിയ ഓരോ തവണയും അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ജനറൽ സെക്രട്ടറിയുടെ സാരഥ്യം എല്ലാ രീതിയിലും പൂർണ്ണമായും അർത്ഥവത്താക്കുന്ന, അല്ലെങ്കിൽ അത് പൂർണ്ണ ഫലത്തിലെത്തുന്നു എന്ന് വിളിച്ചോതുന്ന രീതിയിൽ വീണ്ടും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള സംഘാടകത്വം, അതുപോലെ തന്നെ ചെയർമാൻ കൺവീനർ സൂചിപ്പിക്കുകയായിരുന്നു, അവര് എല്ലാ സ്ഥലത്തും കുമാരി സംഘങ്ങളും വനിതാ സംഘങ്ങളും യൂത്ത് മൂവ്മെന്റുകളും വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണ്. അല്പം നല്ല ഒരു ലക്ഷ്യബോധവും, ഗുരു നമ്മളെ പഠിപ്പിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക, ഒന്നായാൽ നന്നായാൽ അത് പിന്നെ ബാക്കി എങ്ങോട്ടാണ്, അത് വളരെ കൃത്യമായിട്ട് ജനറൽ സെക്രട്ടറി നമ്മളോട് സൂചിപ്പിച്ചു. ഇത്തരം കുമാരി സംഘങ്ങളും യൂത്ത് മൂവ്മെന്റുകളും ഇത്തരത്തിലുള്ള സംഘാടകത്വവും ഒക്കെ നമ്മളുടെ വ്യക്തിത്വ വികസനത്തിന് ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരും പിന്നീട് പോകുന്ന പടവുകളിലേക്ക് കടന്നു പോകുമ്പോൾ ചെറുപ്പക്കാരികൾക്കും വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടായിട്ട് ഇത്തരം വേദികളും സംഘാടകത്വവും അതിൽ അവർക്ക് കൊടുക്കുന്ന ഓരോ ചുമതലയും വലിയ രീതിയിൽ അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫലവത്തായി അവർക്കത് ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളത് ഇവിടെ പ്രത്യേകം എടുത്തു പറയാതിരിക്കുക വയ്യ. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി SNDP മീനച്ചിൽ യൂണിയന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതിനോടൊപ്പം 30 വർഷത്തെ വലിയൊരു സാരഥ്യം, അതുപോലെ തന്നെ
ജനറൽ സെക്രട്ടറിയും പ്രീതി അമ്മയും ഒക്കെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ മാതൃകയാണ്. ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ ഒരു മാതൃകാപരമായി അല്ലെങ്കിൽ ഒരു സംഘാടകത്വത്തിൽ എപ്പോഴും അതിൻ്റെ തിരക്കുകളിൽ നിന്നും ആണെങ്കിൽ പോലും പ്രീതി അമ്മയും ഒപ്പം എപ്പോഴും ഓടിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. തുഷാർജി ആണെങ്കിൽ അതിനോടൊപ്പം ചേരാൻ ശ്രമിക്കാൻ എളുപ്പമല്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരേ കുടുംബം എല്ലാവരും അത് സ്ഥാനം വഹിക്കുന്നു എന്നൊക്കെ പറയാമെങ്കിലും ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാകുന്ന എൻ്റെ അമ്മയും ഒരു പൊതുപ്രവർത്തകയാണ്. ഞാൻ പറയുകയാണ് ഇവിടെ വെച്ച്, എളുപ്പമല്ല. നമ്മൾ കുടുംബം മറന്ന് വീട് മറന്ന് മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങി നടക്കുമ്പോൾ പലപ്പോഴും കേൾക്കാൻ പാടില്ലാത്തത് ഉൾപ്പെടെ കേൾക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അത് കേട്ടും സഹിച്ചും ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്തരത്തിലും അവരൊരു മാതൃകയാണ്. വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി മുന്നോട്ടും വർഷങ്ങൾ ഇത് നയിച്ചുകൊണ്ട് വലിയ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ അതിനെ സാധിക്കട്ടെ. എപ്പോഴും ആ സാരഥ്യം നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മീനച്ചിൽ യൂണിയനും പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി SNDP യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ഏറെ ആരാധനായ അധ്യക്ഷൻ ശ്രീ സുരേഷ് ഇട്ടയ്ക്കൽ അവറുകൾ, ഏറെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ, പ്രീതിയമ്മ, മറ്റു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ, ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട യൂണിയൻ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ശാഖയുടെ സാരഥിമാർ, വനിതാ സംഘത്തിൻ്റെ ഏറെ അർഹതയായ മിനർവ മോഹൻ ഉൾപ്പെടെ സംഗീത ഉൾപ്പെടെ ഉള്ള മുഴുവൻ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകരെ, കുമാരി സംഘം പ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഇനി വേദിയില്ലെന്നറിയാം. പക്ഷെ ഇന്ന് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടി തന്നെയാണ് നിങ്ങളോട് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ എൻ്റെ മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ ഏറ്റവും കരുത്തുള്ള ഒരു നേതാവ്, ആ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്ന ഒരു നേതാവ്, അങ്ങനെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു നേതാവ്, അത് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഇതിന് പിൻപും നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാലും അത് ഇല്ല എന്ന് പറയാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. അപ്പൊ അത്രത്തോളം കരുത്തുള്ള ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന്റെ 30 പതിറ്റാണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയും ആ കരുത്തിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളത് പറയാനായിട്ടുള്ള ആ ചങ്കൂറ്റത്തോടെ ഈഴവന്റെ ശക്തി എന്തെന്ന് നമ്മളെയൊക്കെ തിരിച്ചറിയിക്കുന്ന, നമ്മളെ ബോധവൽക്കരിക്കുന്ന ഒരു വലിയ നേതാവിൻ്റെ 30 കേക്കൊക്കെ മുറിച്ച് നമ്മളോട് ആകർഷിക്കും. അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് കിട്ടുന്ന ഒരവസരം സൗഭാഗ്യകരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു, ഗുരുവിൻ്റെ നിയോഗമായി കരുതുന്നു. അതിലേറെ ഉപരിയായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ ഇവിടെ നിൽക്കുമ്പോൾ നേരത്തെ ഇവിടെ സജീഷ് പണ്ഡിൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഇന്ന് SNDPയിലൂടെ വളർന്നു വന്ന് സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായി ഇന്നിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഓരോരുത്തരോടും ചോദിക്കുന്ന, വീട്ടിൽ വരുന്നവരോടും സ്റ്റേജിൽ വെക്കുമ്പോഴും സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഒക്കെ ചോദിക്കുന്നത് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മഹാനായ R ശങ്കർ പറഞ്ഞു, എഴുതി ഒപ്പിട്ടെടുക്കുക വേണം, നമ്മൾ എഴുതി എടുക്കുക തന്നെ വേണം എന്ന് പറയുമ്പോൾ ജനറൽ സെക്രട്ടറി അധികാരത്തിന്റെ അകത്തളങ്ങളിലല്ല പുറത്തു നിന്നുകൊണ്ട് തന്നെ അധികാരത്തിന്റെ അകത്തളങ്ങളിലുള്ളവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുകയും അതിനുവേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ പദവിയും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ പദവികളായിട്ട് നമ്മുടെ VDJSന്റെ വക്കീലന്മാരൊക്കെ കൂടി ഹൈക്കോടതിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പറഞ്ഞ് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ കഴിവാണ്. കാരണം വരുന്നവരോടൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വേണം എന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടി പറയുന്ന ഒരേ ഒരു ജനറൽ സെക്രട്ടറി, ഇന്ന് ലോകം കണ്ട് ഏറ്റവും വലിയ നീതിമാനായ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ 30 വർഷം കഴിയുമ്പോഴും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഉപഹാരം സമർപ്പിച്ചതുപോലെ എന്നും ഒരു വിളക്കായിട്ട് SNDP യോഗത്തിൽ തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മീനച്ചിൽ യൂണിയനെ ഇത്തരം ഒരു യോഗം സംഘടിപ്പിച്ചതിൽ അവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
താങ്ക് യു മാം. കുറഞ്ഞ വാക്കുകളിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി കേരള കൗമുദി കോട്ടയം ജില്ലാ ചീഫ് ശ്രീ ബാബുരാജ് സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഏറെ ബഹുമാന്യനായ ശ്രീ സുരേഷ് ഈട്ടിക്കുന്നേൽ അവർ, നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ആദരണീയനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സാർ, പ്രീതി ചേച്ചി, അതുപോലെ തന്നെ തുഷാർജി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രസംഗത്തിനുള്ള വേദിയല്ല എന്ന് എല്ലാവരും പറഞ്ഞു, ഞാനത് തന്നെ വിശ്വസിക്കുകയാണ്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനറൽ സെക്രട്ടറിയുടെ കാര്യശേഷിയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി ഇവിടെ പലരും സംസാരിക്കുകയുണ്ടായി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു സേവനം എന്ന് പറയുന്നത് സമുദായത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഈഴവൻ എന്ന അഭിമാനബോധത്തോടുകൂടി സംസാരിക്കാനും സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു കെൽപ്പ് ഈ സമുദായത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സേവനം. ജാതി പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം എങ്കിൽ പോലും ഒരു 30 വർഷം മുമ്പ് നമ്മളിൽ പലർക്കും ഈഴവനാണെന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ജാള്യത ഉണ്ടായിരുന്ന കാലമായിരുന്നെങ്കിൽ ഇന്നത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അതുതന്നെയാണ് ജനറൽ സെക്രട്ടറി ഏറ്റവും വലിയൊരു കഴിവായി ഞാൻ കാണുന്നത്. 1996 വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ജനറൽ സെക്രട്ടറിയായി നടേശൻ സാർ ചുമതലയേറ്റത്. നേതാവില്ലാത്ത സമുദായം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു വിശിഷ്ട കാലഘട്ടത്തിൽ SNDP യോഗത്തെ എന്ന് പറയുന്ന ആ ഒരു കപ്പലിനെ അതിനെ തിരമാലകൾക്ക് മുകളിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഈ ഒരു 30 വർഷം അദ്ദേഹം സധൈര്യം മുന്നേറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇഴവരുൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ എല്ലാം അവകാശങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാം മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. SNDP യോഗത്തിനും സമുദായത്തിനും ഉണ്ടായ വളർച്ചയോടൊപ്പം തന്നെ കേരള കൗമുദിയും വളർച്ച കൈവരിച്ചു. കേരള കൗമുദിയുടെ വളർച്ചയിലും ജനറൽ സെക്രട്ടറിയുടെ വലിയൊരു പിന്തുണ ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജനറൽ സെക്രട്ടറി പല അവസരങ്ങളിലും ഞങ്ങളെ നേർവഴിക്ക് നയിക്കുവാനായി നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകി കേരള കൗമുദിയെയും ഉയർച്ചയിലേക്ക് പിടിച്ചു നടത്തി എന്നുള്ള ആ ഒരു അഭിമാനം കൂടി, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തു തന്നെയായാലും ഇതുപോലൊരു വേദി 30 വർഷം ഈ യോഗത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും സാരഥിയായിരുന്നു കൊണ്ട് 30 വർഷം സേവനമനുഷ്ഠിച്ചതിൻ്റെ ഒരു ഉപഹാര സമർപ്പണം ഇന്നിവിടെ നടന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കേരള കൗമുദിയുടെ ആഭിമുഖ്യത്തിലും തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ആദരണീയനായ ജനറൽ സെക്രട്ടറിയെ ആദരിച്ച് ബഹുമാനിച്ച് ഞങ്ങളുടെ എല്ലാം കടപ്പാട് അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. തുടർന്നും എല്ലാവിധ പിന്തുണയും കേരള കൗമുദിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും തിരപ്പിക്കുന്നില്ല. ഈ ഒരു സമ്മേളനം, ഇത്രയും ഭംഗിയായ ഒരു സമ്മേളനം ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലത്ത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ മീനച്ചിൽ യൂണിയനെ ഞാൻ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതോടൊപ്പം എന്നെ കൂടി ഈ ഒരു കൗമുദിയുടെ പ്രതിനിധിയായി എന്നെ കൂടി ഈ ഒരു വേദിയിൽ അവസരം തന്നതിലുമുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജനറൽ സെക്രട്ടറിക്ക് തുടർന്നും പതിറ്റാണ്ടുകളോളം SNDP യോഗത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ സാരഥിയായി വളരാൻ അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എളിയ വാക്കുകൾക്ക് ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന ജനറൽ സെക്രട്ടറി സാക്ഷാത്കരിക്കൊണ്ട് പ്രിയപ്പെട്ട അധ്യക്ഷൻ്റെ അനുവാദത്തോടു ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ ഈഴവ മഹാസംഘവുമായി ബന്ധപ്പെട്ട്